بسم اللہ الرحمن الرحیم الحمد للہ رب العالمین والصلاة والسلام علی رسولہ الکریم۔ محترم بزرگوں اور دوستوں اور بھائیوں، اس محنت کے دو رخ ہیں، ایک مقامی محنت کہلاتی ہے اور ایک بیرونی نقل و حرکت کہلاتی ہے۔ സഹോദരന്മാരെ, ദാവത്തിന്റെ തബ്ലീഗിന്റെ പുണ്യമായ ഈ പരിശ്രമത്തിന് രണ്ട് വഴികളാണുള്ളത്, രണ്ട് പരിശ്രമ രീതികളാണുള്ളത്. ഒന്ന്, നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ നാട്ടിൽ ചെയ്യേണ്ട മക്കാമി പരിശ്രമം, നാടുകളിൽ നമ്മൾ ദീനിന്റെ പരിശ്രമം നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്യൽ. രണ്ടാമത്തെ രീതി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോയി സമ്പത്തും സമയം ഉപയോഗിച്ച് അന്യ നാടുകളിൽ പോയി ദീനിന്റെ പരിശ്രമം ചെയ്യൽ. دونوں کی حیثیت ایسے ہے جیسے ایک گاڑی کے دو پہیے ہوتے ہیں۔ ഇത് രണ്ടിന്റെയും സ്ഥാനം എന്താണ്? ഈ രണ്ടിന്റെയും സ്ഥാനം ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം, ഒരു വണ്ടിയുടെ രണ്ട് ചക്രങ്ങളെ പോലെയാണ്. دو پہیے والی گاڑی ایک پہیے پر آگے نہیں بڑھتی۔ ഇരുചക്ര വാഹനം, രണ്ട് ചക്രമുള്ള വാഹനം ഒരു ചക്രം മാത്രം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാറില്ല. تو کوئی آدمی مقامی محنت تو کرے لیکن بیرونی نقل و حرکت نہ ہو تو وہ ایسا ہے جیسے ایک پہیے پر گاڑی چل رہی ہے۔ ഒരാള് നാടില് നിന്നുകൊണ്ട് ദീനിന്റെ പരിശ്രമത്തില് സമയം ചെലവഴിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ത്യാഗത്തോടുകൂടി അയാള് അദ്ദേഹത്തിന്റെ സമയം ഒഴിവാക്കിയെടുത്ത് സമ്പത്തും സമയം ഉപയോഗിച്ച് പുറപ്പെടുന്നില്ല. ഈ ആള് ഒരു ചക്രമുള്ള വാഹനം, രണ്ട് ചക്രം ഉള്ള വാഹനം ഒരു ചക്രത്തിന്മേൽ ഉരുട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതിന് തുല്യമാണ്. اور بعض لوگ ایسے ہوتے ہیں کہ ماشاءاللہ بیرونی نقل و حرکت کا بہت شوق ہوتا ہے ان میں، لیکن مقام پر آ کر کے بالکل غائب ہو جاتے ہیں، پتہ ہی نہیں رہتا کہاں گئے۔ എന്നാൽ ചില ആൾക്കാരുണ്ട്, അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോയി അന്യനാടുകളിലൊക്കെ പരിശ്രമിക്കും, നല്ല രീതിയിൽ ത്യാഗത്തോടുകൂടി പരിശ്രമിക്കും. പക്ഷെ നാട്ടിൽ വന്നാല് ചിലപ്പോൾ അവർക്ക് നാടുകളിൽ ഉറച്ചു നിന്ന് പരിശ്രമിക്കാൻ സാധിക്കുകയില്ല. അവർ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷരായ പോലെ അവർ മുങ്ങും, അവരെ കാണൂല. പിന്നെ بات یہ ہے کہ باہر جو بھیجا جاتا ہے وہ ایک طرح سے ٹریننگ کے لیے یعنی مشق کے لیے بھیجا جاتا ہے تاکہ ہم کو محنت کرنی آ جائے۔ اصل محنت مقام پر ہی ہوتی ہے۔ പുറത്തേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജമാഅത്ത് അയക്കുന്നത് ഒരു ട്രെയിനിങ് പോലെയാണ്, ഒരു പരിശ്രമം, ഒരു ട്രെയിനിങ്ങിന് പോലെ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അയക്കുന്നത്? പുറം നാടുകളിൽ പോയി ദീനിന്റെ പരിശ്രമം ശരിയായ രീതിയിൽ പഠിച്ച് തന്റെ നാട്ടിൽ വന്ന് പരിശ്രമിക്കാൻ വേണ്ടിയാണ്. شروع میں باہر نکلنے ہی کی تشکیل کی جاتی ہے تاکہ کام کو، محنت کو صحیح طریقے سے سمجھ سکے۔ തുടക്കത്തിൽ നമ്മൾ ഒരാളെ ക്ഷണിക്കുന്നത്, അയാളെ തയ്യാറാക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറത്തുപോയി പരിശ്രമിക്കാൻ തന്നെയാണ്. പുറത്തുപോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്ത് ദീനിന്റെ പരിശ്രമം അയാൾ ശരിയായ രീതിയിൽ പഠിക്കണം, എന്നിട്ട് നാട്ടിൽ വന്ന് ചെയ്യണം. لیکن نئے آدمی کو باہر نکلنے میں پریشانی اس لیے ہوتی ہے کہ وہ اپنے مقام پر دو چیزوں سے جڑا ہوا ہوتا ہے۔ പുതിയ ആൾക്കാർക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടാനുള്ള പ്രയാസം സാധാരണ ഉണ്ടാകാറുണ്ട്. കാരണം നാട്ടിൽ അവർ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ പണഞ്ഞു കിടക്കുകയാണ്, അതുമായി ചേർന്നു പോയിരിക്കുകയാണ്. ایک ہوتا ہے اس کا گھر اور ایک ہوتا ہے اس کا کاروبار۔ ഒന്ന് അദ്ദേഹത്തിന്റെ വീടാണ്, വീടുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം, സാമീപ്യം, അതിനെ ഇഷ്ടപ്പെടൽ. രണ്ട്, അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖല, തൊഴിൽ കാരണം പുറപ്പെടാൻ സാധിക്കാൻ സാധാരണ പ്രയാസം വരാറുണ്ട്. ان دونوں چیزوں کی، گھر کی محبت دل کے اندر بیٹھی ہوتی ہے اور کاروبار کی محبت بھی دل کے اندر بیٹھی ہوئی ہوتی ہے۔ വീടിനെ ഇഷ്ടപ്പെടൽ, അതുപോലെ ജോലിയെ ഇഷ്ടപ്പെടൽ, ഈ രണ്ട് ഇഷ്ടപ്പെടൽ കാരണമായി, അതിനോടുള്ള സ്നേഹം കാരണമായി മനുഷ്യരിൽ അധികം പേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ മടി കാണിക്കാറുണ്ട്. تو جب اس کی تشکیل کی جاتی ہے تو وہ کہتا ہے کہ ارے یہ تو میری محبوبات ہیں، میں انہیں کیسے چھوڑ دوں گا، میں گھر میں آرام سے رہتا ہوں، میرے بیوی ہے، میرے بچے ہیں،
اور پھر میں اگر چلا گیا کاروبار کو چھوڑ دیا تو کاروبار تو ختم ہو جائے گا. تو اس کے ذہن میں یہ بات ہوتی ہے کہ میں تو 1 دن کے لیے 3 دن کے لیے بھی نہیں جا سکتا. تو بہت اس کو مجاہدہ ہوتا ہے. ഒരു പുതിയ ആളെ നമ്മൾ സാധാരണ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുന്ന സമയത്ത് അയാൾ സാധാരണ പറയുന്ന അയാളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് എന്റെ മെഹബൂബയായ എന്റെ വീട്, പിന്നെ എന്റെ കച്ചവടം, ഇതെങ്ങനെ ഞാൻ വിടും? എന്റെ വീട്ടില് ഭാര്യ, മക്കള്, കുട്ടികള്, അവരുമായി ചേർന്ന് കഴിയൽ ഇഷ്ടപ്പെടുന്ന ഒരാള്, ഇതുപോലെ ഞാൻ അവരെ വിട്ടാൽ അവരെ കാര്യം എന്താവും? എന്റെ തൊഴിൽ മേഖല വിട്ട് ഞാൻ പോയാൽ എന്റെ കച്ചവടത്തിന് അത് സാരമായി ബാധിക്കുമോ? അത് പേടിക്കും മനുഷ്യര്. ഈ 2 കാരണങ്ങൾ പറഞ്ഞിട്ടാണ് മനുഷ്യർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകുന്നതിന് തടസ്സമായി സാധാരണ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ. लेकिन जब कोई उसका दोस्त, उसका महबूब उसकी तशकील करता है कि नहीं भाई हम भी चल रहे हैं चलो, तो वो उस दोस्त की मोहब्बत में चला जाता है. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ, ഒരു പ്രിയമുള്ള ഒരാള് വന്ന് അദ്ദേഹത്തെ തശ്കീൽ ചെയ്തു, വാ നമുക്ക് പോകാം, എന്റെ കൂടെ അല്ലേ എന്നെല്ലാം പ്രേരിപ്പിക്കുമ്പോൾ ചിലപ്പം ആ സ്നേഹത്തിന്റെ പേരിൽ, ആ അടുപ്പത്തിന്റെ പേരിൽ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകാറുണ്ട്. वहां जाकर के उसकी आंख खुलती है और उसको ये एहसास होता है कि मेरे तो दुनिया के भी सारे मसाइल का हल इसी में है. അങ്ങനെ പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും, അയാളെ കണ്ണു തുറക്കും, അയാൾക്ക് മനസ്സിലാവും എന്റെ ആഖിറത്തിന്റെ മാത്രമല്ല എന്റെ ദുനിയാവിന്റെ പ്രശ്നങ്ങൾക്ക് പോലുമുള്ള പരിഹാരം അള്ളാഹു വച്ചിരിക്കുന്നത് ഈ പരിശ്രമത്തിലാണ്, ദീനിലാണ് എന്ന് അയാൾക്ക് മനസ്സിലാവും. तो वो फिर मेहनत को समझ करके फिर मकाम पर आकर के मेहनत करता है. അങ്ങനെ ദീനിന്റെ പരിശ്രമത്തെ മനസ്സിലാക്കി, അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കി, അതിനെ പഠിച്ചു, പരിശീലിച്ചു, അയാൾ നാട്ടിൽ വന്ന് ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ആളാകണം, ചെയ്യുന്നവരായി തീരും. लेकिन बात यह है कि जिस वक्त वो बाहर जाता है तो अपने घर और कारोबार को छोड़कर एक मर्तबा उसको मुजाहिदा होता है. एक मर्तबा उसने कुर्बानी दी कि उसने घर छोड़ा और उसने कारोबार को छोड़ा. सोच लिया उसने, असल में छोड़ना जो होता है वो दिमाग से होता है, हकीकत में नहीं होता है. कारोबार भी ऐसे ही चलता रहता है. जब आदमी इस दुनिया से चला जाता है तो घर भी चलता रहता है, कारोबार भी चलता रहता है, लेकिन उसे छोड़ने में बहुत परेशानी होती है. लेकिन जो छोड़ दिया तो फिर वो मुतमईन हो जाता है. तो एक मर्तबा उसकी कुर्बानी हुई, लेकिन जब वापस आया तो वापस फिर वो दोनों चीजें सामने आ जाती हैं. घर भी सामने है और कारोबार भी सामने है. उनके अंदर रह कर के फिर काम का करना ये बहुत बड़ा मुजाहिदा होता है. बाहर निकल कर के उसने मेहनत सीखी, उसने एक मर्तबा घर को भी छोड़ा, कारोबार भी छोड़ा, और फिर वो बहुत यकसुई के साथ अपना वक्त लगाता है और उसकी समझ में आती है कि ये जिम्मेदारी है. लेकिन मकाम पर आकर के फिर वो दोनों चीजें आ जाती हैं. तो इस एतबार से मकाम का काम मुश्किल होता है, बाहर का काम आसान होता है. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയാള് തന്റെ വീടിനെ, തന്റെ കച്ചവടത്തെ വിടാൻ വേണ്ടി അയാൾ തയ്യാറാവും. വിടാൻ വേണ്ടി തയ്യാറാകുന്നത് യഥാർത്ഥത്തിൽ മാനസികമായി തയ്യാറാവുക മാത്രമാണ്, ഹൃദയത്തിൽ വിടാമെന്ന് മാത്രമാണ്. ശരിക്കും അയാൾ വിട്ടിട്ട് പോകുന്നൊന്നുമില്ല, അയാൾ തിരിച്ചു വരും. അയാൾ മരിച്ചാലും അയാളെ കച്ചവടം നടക്കൂലേ, അയാൾ മരിച്ചാലും അയാളുടെ കുടുംബം മുന്നോട്ട് പോകൂലേ? ഇത് അയാൾ മരിക്കുന്നൊന്നുമില്ല, അയാൾ മാനസികമായിട്ട് ഒന്ന് വിടുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒറ്റ പ്രാവശ്യം വിട്ടാൽ മതി, അതാണ് അയാൾക്ക് എളുപ്പമാവുന്നത്. പക്ഷെ എന്നാൽ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾ വീണ്ടും ഈ 2 കാര്യത്തിന്റെ ഇടയിലാണ്. ഒന്ന് അയാളുടെ കച്ചവടം, 2 അയാളുടെ വീട്. ഇത് രണ്ടും വീണ്ടും അയാളുമായി കെട്ടിപ്പണിഞ്ഞു കിടക്കും. അപ്പോൾ ഇത് വിടുക, മറ്റേത് ഒരു പ്രാവശ്യം വിട്ടു, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോയി, ആ പുറപ്പെട്ടു പോകല് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, അയാൾ ദീനിന്റെ പരിശ്രമം മനസ്സിലാക്കിയെടുത്തു, അയാൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്നെങ്കിലും അത് എളുപ്പമാണ്. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് നാട്ടിൽ വന്ന് നാട്ടിൽ നിന്ന് ദിവസേന ഈ 2 കാര്യങ്ങളെ കാണുകയും ഈ 2 കാര്യങ്ങളിൽ നിന്നും സമയം ഒഴിവാക്കിയെടുത്ത്, വീടിൽ നിന്നും സമയം ഒഴിവാക്കിയെടുത്ത്
കച്ചവടത്തിൽ നിന്ന് ദിവസേന സമയം ഒഴിവാക്കിയെടുത്ത് നാട്ടിൽ പരിശ്രമിക്കൽ പുറപ്പെടലിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ്. इसी वजह से एक मर्तबा सहाबा की जमात जब कहीं से वापस तशरीफ लाए, किसी मुहिम से वापस आए, तो उनको ये फरमाया गया कि अब तुम जिहाद असगर से जिहाद अकबर की तरफ को लौट रहे हो. यानी अभी तो छोटी वाली जद्दोजहद थी, बाहर निकल गए थे, और अब बड़ी वाली जद्दोजहद है. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബാക്കളുമായി ഒരു ജിഹാദ് കഴിഞ്ഞിട്ട്, ഒരു യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പം അവരോട് പറഞ്ഞു, നിങ്ങൾ ചെറിയ ജിഹാദിൽ നിന്നും, ജിഹാദ് അസ്ഗറിൽ നിന്നും വലിയ ജിഹാദിലേക്ക്, ജിഹാദ് അക്ബറിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത യുദ്ധം ചെറുതാണെങ്കിൽ ഇനി നാട്ടിൽ നിന്നുകൊണ്ട് ദീനിന്റെ പരിശ്രമം ചെയ്യുന്നത് വലുതാണെന്ന് സഹാബാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിച്ചു. हमारी जो मेहनत है वो असल अपने नफ्स के खिलाफ जिहाद ही है. സഹോദരന്മാരെ, നമ്മുടെ ഈ പരിശ്രമം ശരിക്കും നോക്കിയാൽ നമ്മുടെ നഫ്സിന്റെ താല്പര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ താല്പര്യങ്ങൾക്കെതിരിലുള്ള ഒരു ജിഹാദ് തന്നെയാണ്. अल्लाह सुब्हानहु व तआला ने इंसान को जिस तरह से उनके ऊपर बहुत बड़ा इनाम किया, अपने नबी भेजे और किताबें भेजी, इसी तरह से इम्तिहान के लिए दो दुश्मन भी लगाए हैं. एक उसका नफ्स है और एक शैतान है. സഹോദരന്മാരെ, മനുഷ്യനെ സൃഷ്ടിച്ച് ദുനിയാവിലേക്ക് അയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മാർഗദർശനത്തിന് വേണ്ടി നബിയെ അയച്ചു. അള്ളാഹുവിന്റെ കരുണയാണ്, നബിയെ അയച്ചു. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരിലൂടെ നമ്മൾക്ക് കിതാബിനെ നൽകി, മാർഗദർശനമായി ഖുർആനിനെ നൽകി. ഇതുപോലെ തന്നെ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വസ്തുക്കളും സൃഷ്ടിച്ചിട്ടുണ്ട്. നബിമാരെ കിതാബിനെ തന്നത് കരുണയാണെങ്കിൽ മനുഷ്യന്റെ പരീക്ഷണത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന് നഫ്സാണ്, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളാണ്, സ്വന്തം താല്പര്യങ്ങളും ഇച്ഛകളുമാണ്. രണ്ട് ശൈത്താനെയാണ്, നമ്മൾക്ക് മാർഗതടസ്സമായി, നമ്മൾക്ക് പരീക്ഷണമായി അള്ളാഹു രണ്ട് കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ये कहते हैं कि क़यामत के दिन लोग जब खड़े होंगे हिसाब किताब के लिए, तो वो ये अर्ज करेंगे, अल्लाह सुब्हानहु व तआला की शान में ये अर्ज करेंगे, ऐ अल्लाह हमें इस शैतान ने बहका दिया. तो शैतान बाकायदा वहां पर अपनी दलील देगा और ये कहेगा कि बिल्कुल गलत है, मैंने नहीं, इनके नफ्स ने इनको बहकाया. സമരം നാളെ ഖിയാമത്ത് നാളില് മനുഷ്യർ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഞങ്ങളെ ഭയപ്പെപ്പിച്ചത് ഈ ശൈത്താനാണ് എന്ന് പറഞ്ഞ് ശൈത്താന്റെ മേൽ കുറ്റം ചാർത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ശൈത്താൻ പറയും, ഇല്ല ഇല്ല, ഞാനല്ല നിങ്ങളെ ഭയപ്പെപ്പിച്ചത്, നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട, നിങ്ങളെ തന്നെ, നിങ്ങളുടെ നഫ്സിനെ തന്നെ കുറ്റം പറഞ്ഞോ, എന്നെ കുറ്റക്കാരനാക്കണ്ട എന്ന് പറഞ്ഞ് ശൈത്താൻ കൈയൊഴിയും. अब वो देखिए कि कैसा बयान करता है वो. शैतान बहुत पढ़ा लिखा है, जैसे आजकल लोग पढ़े लिखे हो गए ना, तो वो भी बहुत पढ़ा लिखा है. तो वो ये कहेगा, बाकायदा कुरान पाक में उसका मुकालमा दिया हुआ है, वो ये कहेगा कि अल्लाह सुब्हानहु व तआला ने तुमसे वादा किया था और वो वादा नबियों के जरिए से वो हक वादा था और उन्होंने तुम्हें हक की तरफ दावत दी. अच्छा, मैंने भी दावत दी, अल्लाह की तरफ से दावत आई, इन्नल्लाह वअदकुम वअदल हक व वअदतुकुम फअखलफ्तुकुम. तो कहेगा मैंने भी तुम्हें दावत दी और मैंने झूठी दावत दी, तुमने उनकी दावत तो मानी नहीं, मेरी मान ली. वाह, ये कोई बात हुई? अबे उन्होंने दावत दी थी, उनकी क्यों नहीं मानी? कहे कि तुमने मेरी इसलिए मानी कि तुम अपने नफ्स के चक्कर में थे, तुम अपनी नफ्स की ख्वाहिशात, क्योंकि शैतान जो है वो ख्वाहिशात को मुज़य्यन करके पेश करता है.
तो तुमने अपने नफ्स के लिए किया है, मेरी वजह से नहीं किया। സോമാരെ, ഈ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ വളരെയധികം വിവരവും വിദ്യാഭ്യാസം ഉള്ളവനാണ്. നമ്മൾ സാധാരണ പറയില്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആളെന്ന പോലെ ഷെയ്ത്താൻ വലിയ പണ്ഡിതനാണ്, വലിയ വിവരമുള്ളവനും വിദ്യാഭ്യാസം ഉള്ളവനാണ്. അതുകൊണ്ട് ഷെയ്ത്താൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഷെയ്ത്താന്റെ മേൽ കുറ്റം ചാർത്തിയാൽ ഷെയ്ത്താൻ പകരം നമ്മളോട് പറയും, അള്ളാഹുവിന്റെ മുമ്പിൽ പറയും. പറയുന്ന കാര്യങ്ങൾ അള്ളാഹു ഖുർആനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കരുണ ചെയ്തു, നബി അയച്ചു, കിതാബിനെ അയച്ചു, നിന്നെ നന്മയിലേക്ക് ക്ഷണിച്ചു, ഞാൻ നിന്നെ തിന്മയിലേക്കും ക്ഷണിച്ചു. നിനക്ക് നബിമാരുടെ ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷെ നീ എന്റെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നത് എന്തിന്റെ പേരിലാണ്? നീ നിന്റെ നഫ്സിന്റെ ഇച്ഛകളെ പിൻപറ്റിയവനാണ്. നീ നിന്റെ നഫ്സിന്റെ താല്പര്യങ്ങൾ, നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് നീ എന്നെ പിൻപറ്റാൻ കാരണമായി തീർന്നത്. കാരണം ശൈത്താൻ നമ്മുടെ ആഗ്രഹങ്ങളെ നന്നാക്കി കാണിക്കും, നമ്മുടെ ദുരാഗ്രഹങ്ങളെ നന്നാക്കി കാണിക്കും, മോശം കാര്യങ്ങളെ നന്നാക്കി കാണിച്ചു. അതിനെ നിന്റെ ഇഷ്ടം നീ അതിനെ ആക്കിയതിന്റെ പേരിലാണ് നീ എന്നെ പിൻപറ്റിയത്. അതുകൊണ്ട് നീ എന്നെ കുറ്റം പറയണ്ട, എന്റെ മേൽ കുറ്റം ചാർത്തേണ്ട. सारी दुनिया का कारोबार आजकल के जमाने में वो सारा दावत ही पर चल रहा है, बातिल की दावत। लोग बातिल को बहुत मुज़य्यन करके पेश करते हैं। रोजाना इतनी चड़क भड़क बढ़ती चली जा रही है कि आदमी की आंखें चकाचौंध हो जाती हैं। पहले जमाने में इतना नहीं था, लोगों के पास रहने को घर भी नहीं होते थे, रोशनी भी कहाँ होती थी। अब तो घर घर में चिरागा होता है और इतनी खूबसूरती दिखाई देती है चारों तरफ। तो वो और चीजों को मुज़य्यन करते चले जा रहे हैं, मकानात को भी, गाड़ियों को भी, सड़कों को भी और पार्कों को, हर चीज को। और जो चीज भी घर में इस्तेमाल की आती है उसको और मुज़य्यन कर देते हैं ताकि आदमी का दिल उसी में अटका रहे। तो ये और जो नफ्स जो है वो उन्हीं को चाहता है, यानी इंसान के लिए अल्लाह सुब्हानहु व तआला ने चीजों ही को मुज़य्यन किया है इम्तिहान के लिए। ज़ुय्यना लिन्नासि हुब्बुश शहवात, ज़ुय्यना लिन्नासि हुब्बुश शहवात मिनन निसाइ वल बनीन वल क़नातीरिल मुक़ंतरति मिनल ज़हबि वल फ़िद्दा वल ख़ैलिल मुसव्वमति वल अनआमि वल हर्स ज़ालिका मताउल हयातिद दुनिया वल्लाहु इंदहु हुस्नुल मआब। वो पहले जमाने में तो घोड़े और वो होते थे, आजकल गाड़ियां हो गई हैं, समझे। तो वो ये चीजें मुज़य्यन कर दी गई हैं और इसी में आदमी अटक जाता है। उसके मुकाबले पर अल्लाह सुब्हानहु व तआला ने अपने नबियों के जरिए से इंसानों को बताया, अरे भाई तुम्हारे लिए असल जीनत की चीजें मरने के बाद हमेशा हमेशा आने वाली हैं। वहां की एक छोटी से छोटी नेमत इस पूरी दुनिया अपनी सारी जीनत के साथ एक छोटी सी नेमत का मुकाबला नहीं कर सकती। नबियों ने पहले ही हमको ये सब बताया हुआ है, लेकिन फिर भी वो चीजें क्योंकि सामने आती रहती हैं तो आदमी अपने नफ्स की वजह से उन्हीं से अटक जाता है और असल मकसद को भूल जाता है। സഹോദരന്മാരെ, ലോകത്ത് ഇന്ന് നടപ്പിൽ കാണുന്ന വ്യവസ്ഥ ക്രമീകരണം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളും, ഏത് കച്ചവടമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അത് പുരോഗതിയിലേക്ക് വരുന്നത് അതുപയോഗിക്കുന്ന മാർഗവും ദാവത്ത് തന്നെയാണ്, ബാത്തിലിന്റെ ദാവത്ത്. ഏതുപോലെ നന്മയുടെ ദാവത്തുണ്ടോ ഇതുപോലെ ബാത്തിലിന്റെ ദാവത്ത്. മനുഷ്യരുടെ ആവശ്യങ്ങളെ നന്നാക്കി കാണിക്കൽ, മനുഷ്യന്റെ ശ്രദ്ധ ആകർഷിക്കൽ, അതിനെ മികച്ചതാക്കി തീർക്കൽ, അതിനെ ആകർഷണീയമാക്കി തീർക്കൽ. മുൻകാലങ്ങളിൽ നമ്മൾക്കറിയാം എന്തായിരുന്നു ദുനിയാവിലുണ്ടായിരുന്നത്. ദുനിയാവിന്റെ നിറം കുറവായിരുന്നു, ദുനിയാവിൽ തിളക്കം കുറവായിരുന്നു, മനുഷ്യരുടെ കയ്യിൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല, താമസിക്കാൻ നല്ല വീടുകൾ ഉണ്ടായിരുന്നില്ല, വീടുകളിൽ വിളക്കുകൾ ഉണ്ടായിരുന്നില്ല, കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചു, എല്ലാ വീടുകളിലും വൈദ്യുതി വന്നു, വിളക്കുകൾ വന്നു, വീടുകളിൽ വസ്തുക്കളുടെ ആധിക്യം, വീട്ടിലെ ഗൃഹോപകരണങ്ങള്, അതിലെ അലങ്കാരങ്ങള്, അതിന്റെ പരസ്യങ്ങള്, അതിലേക്കുള്ള ക്ഷണങ്ങള്, അതിനെക്കുറിച്ചുള്ള ചർച്ചകള്, അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങള്, മനുഷ്യന്റെ ആവശ്യങ്ങളെ
അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ മാതിരി മനുഷ്യന്റെ ആവശ്യങ്ങളെ അത് മികച്ചതാക്കിയിട്ടും അതിനെ വലുതാക്കി കാണിച്ചിട്ടും അതിനെ തിളക്കമുള്ളതാക്കി തീർത്തിട്ടും അതിനു വേണ്ടിയിട്ടുള്ള വലിയ വലിയ ദാവത്തുകൾ നടന്നു. ആയത്തിൽ പറഞ്ഞത് നല്ല കുതിരകളെ, അതുപോലെ മറ്റ് സ്വർണത്തിനെ, വെള്ളികളെ നിങ്ങൾക്ക് ആകർഷണീയമായ വസ്തുക്കൾ ഉണ്ടാക്കി തീർക്കും. അന്നത്തെ വസ്തുക്കൾ അതായിരുന്നെങ്കിൽ ഇന്ന് വാഹനങ്ങൾ, വലിയ വലിയ വാഹനങ്ങളെല്ലാം മനുഷ്യനെ ഒരു കാര്യത്തിൽ കെട്ടിക്കുടുക്കിയിട്ടിരിക്കുകയാണ്. അത് നേടാൻ വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യും? അവന്റെ ദീനിനെ മറക്കും, അവന്റെ ലക്ഷ്യബോധം മറന്നുപോകും. അവന് അള്ളാഹും അവന്റെ റസൂലും ഏതൊരു കാര്യത്തിലേക്ക് അവനെ ക്ഷണിച്ചിരുന്നോ, ഏതൊരു അമലിലേക്ക് ക്ഷണിച്ചിരുന്നോ, അതിന് സമയം കിട്ടാണ്ടായി, അതിനോട് താല്പര്യമില്ലാണ്ടായി ഈ വസ്തുക്കൾ നേടുന്നതിന് വേണ്ടി വസ്തുക്കളുടെ ബാത്തിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മളെല്ലാവരും. दुनिया की चीजें चूंकि आदमी माल से खरीदता है, पैसे उसके जेब में होते हैं, तो वो बाजार गया, आजकल बाजार भी नहीं, ऑनलाइन सब आ जाता है, तो वो सब चीजें खरीद लेता है क्योंकि उसके जेब में पैसे हैं, तो इसलिए सारी मेहनत पैसे के लिए लगाता है. ये दो चीजें हैं इंसान को जो मिलती हैं. एक उसको माल मिलता है दुनिया के अंदर, जब वो मेहनत करता है तो उसको माल मिलता है, और एक और चीज मिलती है, वो उसको एक पोजीशन मिलती है, एक मकाम मिलता है सोसाइटी के अंदर, माशरे के अंदर एक मकाम हासिल होता है. तो ये दोनों चीजें, और इसके अंदर एक सलाहियत पैदा होती है. जैसे कोई आदमी बहुत पढ़ लिख गया तो वो इल्म वाला बन जाता है, या उसने कोई फन सीखा है तो उस फन में वो माहिर हो जाता है, तो उसकी वजह से उसकी शोहरत होती है. तो ये दो चीजें हैं, एक माल और एक है मुल्क यानी पोजीशन. तो ये दोनों चीजें हासिल करने की फिक्र में आदमी रहता है. सारी जद्दोजहद और सारी मेहनत काहे के लिए करता है? ज्यादा से ज्यादा माल आ जाए और ज्यादा से ज्यादा उसको पोजीशन हासिल हो जाए. സഹോദരന്മാരെ, മനുഷ്യര് സമയം ചെലവാക്കുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിൽ ആദ്യത്തെ കാര്യം സമ്പത്ത് നേടാൻ വേണ്ടിയിട്ടാണ്. കാരണം പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം മനുഷ്യൻ ചെയ്യുന്നത് അവൻ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. അവന് കടകളിൽ പോയി, അവന് മാർക്കറ്റുകളിൽ പോയി, അങ്ങാടികളിൽ പോയി അവന് വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന വസ്തുക്കളെല്ലാം അവൻ വാങ്ങിക്കൂട്ടും. ഇന്ന് കടകളിൽ പോകുന്ന ആവശ്യം പോലുമില്ല. ഓൺലൈനായിട്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യാണ്? സമ്പത്തുണ്ടെങ്കിൽ അവന് സാധനങ്ങൾ വാങ്ങി അവന് പെരുപ്പം കാണിക്കും. അവന്റെ സാധനങ്ങൾ വർധനവ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നാട്ടിലൊരു പദവി ഉണ്ടായിത്തീരുക, സ്റ്റാറ്റസ് ഉണ്ടായിത്തീരുക, നാലാൾ അറിയുക, എനിക്കൊരു വില ഉണ്ടായിത്തീരുക, എന്നെപ്പറ്റി ചർച്ച ഉണ്ടായിത്തീരുക, എന്റെ നാട്ടിൽ ഞാനൊരു അറിയപ്പെടുന്ന ആളായി മാറുക. ഈ രണ്ട് കാര്യത്തിന്റെ പിറകിലായി മനുഷ്യൻ തന്റെ സമയം മുഴുവനായി ചെലവഴിക്കുന്നതാണ്. അവന്റെ ചിന്തയും അവന്റെ ആലോചനയും അവന്റെ പരിശ്രമവും അവന്റെ താല്പര്യവും അവന്റെ തേട്ടവും എല്ലാം ഈ രണ്ട് വസ്തുക്കൾ തേടുന്നതിനാണ്. ഒന്ന് സമ്പത്തുണ്ടാക്കുക, രണ്ട് പദവി നേടുക. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഒരു കച്ചവടക്കാരൻ കച്ചവടത്തിലൂടെ ആഗ്രഹിക്കുന്നത് അതാണ്. ഒരാൾ വിദ്യാഭ്യാസത്തിലൂടെ അയാൾ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ ഞാൻ ഒരു അറിയപ്പെടുന്ന ആളായിട്ട് മാറുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യത്യസ്ത മേഖലകളിൽ, ഒരു കലാ കായിക മേഖലയിൽ അയാൾ അതിൽ പ്രാവീണ്യം നേടി അതിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളായിട്ട് മാറുക, അതിലൂടെ സമ്പത്തുണ്ടാവുക, അറിയപ്പെടുന്ന ആളാവുക. മനുഷ്യരുടെ എല്ലാം താല്പര്യം ഈ രണ്ട് കാര്യങ്ങൾക്ക് മേലായിപ്പോയി. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. तो शैतान ये समझाता है कि ये माल से ये चीजें मिल जाएंगी, मेरी ख्वाहिश पूरी हो जाएगी. हालांकि ख्वाहिश पूरी नहीं होती. हमारे एक दोस्त थे फ्रांस में, अब से 40 साल पहले की बात है. तो उन्होंने कहा मैं तुम्हें अपने गांव ले चलूंगा. तो वो गांव में गए तो वहां देखा कि वो झोपड़ी है और वो चटाई के ऊपर बिठा दिया उन्होंने ले जा करके. अरे मैंने कहा कि ये तो बहुत सीधा सादा सा है. कहीं मुझे यही पसंद है, मुझे एलर्जी होती है बड़ी बड़ी कोठियों से और बड़े बड़े सोफा सेट और गाड़ियों से मुझे एलर्जी होती है, मैं देख नहीं सकता.
पैसा बेहद उसके पास, क्योंकि उसके अब्बा का इंतकाल हो गया था, अम्मा के पास बहुत पैसा था। तो कहे कि मुझे कोई चीज पसंद नहीं है, मैं ये चाहता हूँ कि बिल्कुल सीधी सादी, यानी नीचे जमीन पर बैठूं और ऊपर झोपड़ी हो, वह ये चीज मुझे पसंद है। आदमी जो है वो कुदरती चीज को, नेचुरल चीजों को पसंद करता है, समझे। और ये चीजें जो चड़क भड़क की हैं, ये कुछ वक्त तक आदमी को अच्छी लगती है, उसके बाद फिर उसका दिल भर जाता है, और तो कहते छोड़ो इसको। और वो किसी चीज को पसंद ही नहीं कर सकता था। मेरा दोस्त था, फिर तबलीग में हमारे साथ लगा हुआ, हमने कहा कि ये चीज तो तुम्हें हासिल अब हुई है, लेकिन ये तो हम हर आदमी को बताना चाहते हैं कि हमें इस दुनिया में जरूरत को पूरा करने के लिए यहाँ रखा है। असल नेमतों से आखिरत के अंदर मिलने वाली है। സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കും സാധാരണ രീതിയിൽ നമ്മൾക്ക് സമ്പത്ത് വർദ്ധിച്ചാൽ നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിക്കും. സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ അത് നമുക്ക് സൗഖ്യം കിട്ടും. അതിലൂടെ വലിയ മനുഷ്യന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സുഖപ്രദമായ ഒരു ജീവിതം കിട്ടുമെന്ന് സാധാരണ നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിയല്ല. ഒരു 40 വർഷം മുമ്പ് ഞാൻ ഫ്രാൻസിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു കൂട്ടുകാരൻ എന്നെയും കൂട്ടി അവന്റെ നാട്ടിലേക്ക്, ഫ്രാൻസിൽ തന്നെയുള്ള ഒരു കുഗ്രാമം, ഒരു നാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ആ നാട്ടിൽ പോയി നോക്കുമ്പം അത് പട്ടണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെയാണ് അയാളുടെ തറവാടുണ്ടായിരുന്നത്, അയാൾ പണ്ട് താമസിച്ചിരുന്ന വീടുണ്ടായിരുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ വീട് വളരെ സാധാരണ ഒരു വീടെന്ന്, ഒരു കുടിലെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. അതിൽ അദ്ദേഹം ആ കട്ടിലിൽ, മരത്തിന്റെ കട്ടിലിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ വന്നിരിക്കലാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം എനിക്ക് ഈ ഫ്രാൻസിൽ ടൗണുകളിൽ താമസിക്കുമ്പം അവിടെയുള്ള സൗകര്യത്തിൽ എനിക്ക് കിട്ടുന്നില്ല. അവിടെ എനിക്ക് അലർജിയാണ്. എനിക്ക് അവിടുത്തെ തണുപ്പും അവിടുത്തെ എസിയും അവിടുത്തെ തുണികളും അവിടുത്തെ വീടും അവിടുത്തെ പെയിന്റിങ്ങും, ഇത് ശരിക്കും എനിക്ക് ഒരു സുഖം കിട്ടുന്നില്ല. അതെനിക്കൊരു കംഫർട്ടബിൾ അല്ല. എനിക്കൊരു അലർജി വരാറുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഭയങ്കര മനസ്സിന് സ്വസ്ഥത ഉള്ളത്, എന്റെ ശരീരത്തിന് സുഖം തോന്നുന്നത്. എനിക്ക് എന്തുകൊണ്ടോ ഇവിടെ വന്നിരിക്കുന്നതിൽ ഭയങ്കര ഇഷ്ടം തോന്നുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. മനുഷ്യന് ഇഷ്ടമുള്ളത് കുദറത്തിയായ കാര്യങ്ങൾ, സാധാരണ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിപരമായ കാര്യങ്ങളിലാണ് മനുഷ്യൻ അല്ലാഹു സുഖം വെച്ചിരിക്കുന്നത്. ഇന്ന് ഈ കാണുന്ന ആകർഷണീയങ്ങളായ കാര്യങ്ങൾക്ക് നമ്മൾ എത്ര തന്നെ പൈസ ചെലവഴിച്ച് എത്ര തന്നെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും മനുഷ്യൻ ഏറ്റവും നല്ലത്, അവന് ഉതകുന്നത്, അവന് സൗഖ്യം നൽകുന്നത് ഏറ്റവും സിമ്പിളായ, ഏറ്റവും സാധാരണ രീതിയിലുള്ള ജീവിതം തന്നെയാണ്. एक दफा अखबार में एक खबर छपी थी. ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ, നമ്മളഥവാ സമ്പത്ത് പൈസക്ക് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന വസ്തുക്കൾ, അത് മനുഷ്യന് വലിയ ആഗ്രഹത്തോടു കൂടി വാങ്ങും സാധാരണ രീതിയിൽ. പക്ഷെ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് മടുക്കും, അവന് മതിയാവും. അവന് ആ സുഖം പിന്നെ സുഖം കിട്ടൂല. അതിൽ നിന്നുള്ളൊരു സൗഖ്യം അവന് അനുഭവിക്കാൻ സാധിക്കില്ല. അവൻ എത്ര പൈസ കൊടുത്ത് വാങ്ങിയ സൗകര്യങ്ങളാണെങ്കിലും, അവനൊരുക്കിയ വസ്തുക്കളാണെങ്കിലും ശരി, അതിനോട് അവന് മടുപ്പ് വരികയും അത് പിന്നീട് അവന് ഇഷ്ടമില്ലാതായി തീരുകയും ചെയ്യും. अखबार में एक खबर छपी थी. वो बम्बई के एक साहब थे, बहुत मालदार और मशहूर. वो अपने मकान के बेसमेंट में पहुंच गए. अच्छा, वहां से वापस आने के लिए उनसे दरवाजा नहीं खुल पाया, चाबी रह गई या क्या हुआ. घर के लोग तलाश कर रहे हैं, वो मिल ही नहीं रहे. अच्छा, वहां वो अकेला बैठा हुआ, वहां उसका सारी तिजोरियां और सेफ और माल भी मौजूद, न खाने को और न पानी पीने को कुछ चीज थी नहीं उसके पास. और वो उस जमाने में वो मोबाइल भी ऐसे नहीं थे कि वो कह दे कि मैं यहाँ बंद हो गया हूँ. तो वो आखिर में पर्चा लिखा उसने कि इतना माल और इतनी पोजीशन
اور ایک गिलास पानी का मुझे नहीं दिलवा पाया ये सारा माल, और वो प्यासा खत्म हो गया, मर गया। जब बाद में 8-10 दिन के बाद लोगों ने उसे बेसमेंट को खोला तो वहाँ उसकी लाश पड़ी हुई थी। तो आदमी समझता है कि मेरी पोजीशन और मेरा माल मैं क्या क्या कर लूंगा। अरे ये तो कुछ भी नहीं कर सकता, अल्लाह चाहेगा तो होगा, वरना ये सारी की सारी चीजें यूं ही रखी रह जाती हैं। സമരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിലൊരു വാർത്ത വന്നു. ബോംബെയിലെ ഒരു വലിയ പണക്കാരൻ, വലിയ ബംഗ്ലാവിന്റെ ഉടമസ്ഥൻ, വലിയ സൗകര്യങ്ങളുള്ള ആള്, അയാളുടെ വീട് എത്ര വലുതായിരുന്നു വെച്ചാൽ വീട്ടിന് അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് ഫ്ലോർ വരെ ഉണ്ട്. അയാളൊരിക്കല് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അയാളുടെ ബേസ്മെന്റ് ഫ്ലോറിലേക്ക് പോവുകയും പോയി തിരിച്ചു വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഡോറ് അടഞ്ഞു പോയിട്ടുണ്ട്. ആരോ അടക്കുകയോ പൂട്ടുകയോ. അപ്പൊ അയാളുടെ കയ്യിൽ താക്കോല് പോലും ഇല്ല. അങ്ങനെ അയാൾ അവിടുന്ന് കുറെ മുട്ടി വിളിച്ചു നോക്കി. പക്ഷെ ബേസ്മെന്റ് ആണ്, അണ്ടർഗ്രൗണ്ട് ആണ്, അവിടുന്ന് പുറത്തേക്ക് ശബ്ദം കേൾക്കുന്ന ഒരു വഴിയില്ല. മേലോട്ടേക്കുള്ള വാതിലടഞ്ഞു പോയി, മുട്ടിയിട്ട് കേൾക്കുന്നില്ല. അയാൾ കുറെ ശബ്ദമൊക്കെ ഉയർത്തി നോക്കി. അയാൾ ആകെ കുടുങ്ങിപ്പോയി. അയാളെ സഹായിക്കാൻ ആരുമില്ല. അയാളുടെ അതിന്റെ മുകളിൽ അയാൾ കുടുങ്ങിപ്പോയ സ്ഥലത്തിന്റെ മുകളിൽ അയാളുടെ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, അയാളുടെ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. അതിൽ ലോക്കറുകളുണ്ട്, അതിൽ പണമുണ്ട്, ഫ്രിഡ്ജുണ്ട്, ഭക്ഷണമുണ്ട്, വസ്തുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാം ഉള്ളതിനോടുകൂടി അതിന്റെ താഴെത്തട്ടില് ബേസ്മെന്റില് അണ്ടർഗ്രൗണ്ടില് അയാൾ കുടുങ്ങി. ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ലാണ്ട്, ഭക്ഷണം പോലും ഇല്ലാണ്ട് അയാൾ പരവശനായി. അവസാനം അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അന്നാണെങ്കിൽ മൊബൈൽ ഫോണും ഇല്ല ഇന്നത്തെ പോലെ വിളിച്ചു നോക്കാൻ, ഞാനിവിടെ കുടുങ്ങിയിരിക്കുകയാണെന്ന് പറയാന്. അയാളെ കടലാസ് പെണ്ണെടുത്ത് എഴുതി വെച്ച്, ഇതെല്ലാം ഉള്ളതിനോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് ഞാൻ യാത്ര പോവുകയാണ്. 8 ദിവസം 10 ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാര് തെരഞ്ഞ് പിന്നെ ആളെ കാണുന്നുമില്ല. എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. മനുഷ്യൻ അവൻ തെറ്റിദ്ധാരണയിലാണ്. വസ്തുക്കൾ അധികരിച്ചാൽ, സമ്പത്ത് അധികരിച്ചാൽ, അവന്റെ കയ്യിലുള്ള സൗകര്യങ്ങളെ കൊണ്ട് അവന് സുഖങ്ങൾ കിട്ടും. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കാണ്ട് മനുഷ്യന് ഈ വസ്തുക്കൾ ഉള്ളതിന്റെ പേരില്, സൗകര്യങ്ങൾ ഉള്ളതിന്റെ പേരില് ഒന്നും തന്നെ നേടാൻ സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ഗുണം മനുഷ്യന് കിട്ടുകയുള്ളൂ. इसीलिए इस काम की, इस मेहनत की बुनियाद 2 चीजों पर है, एक जान अपनी लगाना और एक माल लगाना। अपनी जान और माल को इस बात पर खर्च करना कि अल्लाह सुब्हानहू व तआला इंसानों को हिदायत की तरफ को ले आवे। आदमी अपनी जान लगाता है, अपना माल लगाता है, काहे के लिए? जान लगाता है और शोहरत हासिल करने के लिए, माल लगाता है और माल को कमाने के लिए। ये पूरी दुनिया का ये कायदा है। जान और माल सब खर्च करते हैं, लेकिन उसी जान और माल को बढ़ाने के लिए खर्च करते हैं। हमारे यहाँ यही मुतालबा किया जाता है कि अपने गाढ़े पसीने की कमाई को लेकर के और अपनी सलाहियतों को लेकर के दीन के उस काम के लिए निकलो जिसके लिए अल्लाह ने तुम्हें बनाया है। इस जो मकसद है कि अल्लाह सुब्हानहू व तआला उनको हिदायत वाले रास्ते पर डाल दें इंसानियत को, ये हमारी असल जिम्मेदारी है। इसके लिए अपनी जान और माल को लगाना, हासिल करना नहीं है बल्कि लगाना। हासिल तो हमने किया है दुनिया में, मेहनत मजदूरी की, मुलाजमत की या खेती बाड़ी की, माल कमाया, और किसी ने अपना फन हासिल किया और इल्म हासिल किया, मेहनत की, तो अपने को बासलाहियत बनाया। लेकिन उसको लगाना है इंसानियत की हिदायत की पर लाने के लिए। उसी को बढ़ाते चले जाते हैं और एक दिन कब्र पे पहुंच जाते हैं और कब्र की मट्टी के अलावा कोई उसका पेट नहीं भरता। അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് 2 കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, ഈ 2 കാര്യങ്ങളും ഇന്ന് മനുഷ്യര് ചെലവഴിക്കുന്നത് നമ്മൾക്ക് സ്വന്തത്തിന് വേണ്ടിയിട്ടാണ്. സമ്പത്ത് ചെലവഴിക്കുന്നത് കൂടുതൽ സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സമയം ചെലവഴിക്കുന്നതും സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സമയം ചെലവഴിച്ച് അവൻ സമ്പത്ത് ഉണ്ടാക്കുന്നു, പിന്നീട് ആ സമ്പത്ത് ചെലവഴിക്കും, കൂടുതൽ അതിൽ നിന്നും നേടാൻ വേണ്ടി അവൻ മുതലിറക്കും, കൂടുതൽ നേടാൻ വേണ്ടി മുതലിറക്കും.
അപ്പൊ ഈ സമ്പത്തും സമയം മനുഷ്യൻ ചെലവഴിക്കുന്ന നമ്മളുടെ ഈ മേഖലയിൽ നിന്ന് മാറ്റി നമ്മൾ സമ്പത്തും സമയം ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദീനുണ്ടാക്കി തീർക്കാൻ വേണ്ടി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ജീവിതത്തിൽ ദീനുണ്ടാക്കി തീർക്കാൻ വേണ്ടി ചെലവഴിക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തും സമയം ചെലവഴിക്കാൻ വേണ്ടി നമ്മളെ മേൽ ഉത്തരവാദിത്തപ്പെടുത്തിയവരാക്കിയിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. ഇതാണ് നമ്മുടെ യഥാർത്ഥ ജോലി തന്നെ. ആ ജോലി വീണ്ടും ചെയ്യുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തത്തിലായ ദീനിന്റെ പരിശ്രമം, സമ്പത്തും സമയവും ചെലവഴിച്ച് നമ്മൾ അഥവാ പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ ഇതേ സമ്പത്തും സമയവും തന്നെ നമ്മൾ ഉപയോഗിച്ച് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും. എന്നിട്ട് ഈ സമ്പത്തുമായി, കൂടുതലോ കുറവായ സമ്പത്തുമായി മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ ഖബറിലേക്ക് ചെന്ന് മുട്ടുക തന്നെ ചെയ്യും. ഖബർ ആരാണ്? ഖബർ എന്താണ്? എത്ര കിട്ടിയാലും മതിയാവാത്തതാണ് ഖബറിന്റെ വയറ്. എത്ര നിറച്ചാലും നിറയാത്ത വയറ്. എത്ര മനുഷ്യരെ തിന്നാലും തീരാത്ത ദാഹം, വിശപ്പാണ് ഖബറിനുള്ളത്. എല്ലാ മനുഷ്യരും ഖബറിലേക്ക് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലായി നല്ല രീതിയിൽ ഉപയോഗിക്കണം. അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, നമുക്ക് പ്രാപ്തി നൽകിയിട്ടുണ്ട്, യോഗ്യത നൽകിയിട്ടുണ്ട്. നമ്മൾ കച്ചവടത്തിലൂടെ, ഉദ്യോഗത്തിലൂടെ, തൊഴിലിലൂടെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ സമ്പത്തും അതിൽ നിന്നെല്ലാം ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് സമയം ഉപയോഗിച്ച് നമ്മളിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ദീനുണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മളെ മേൽ ഉത്തരവാദിത്തപ്പെട്ട അള്ളാഹു നിയോഗിച്ച ജോലി നമ്മൾ ഓരോരുത്തരും പൂർത്തിയാക്കണം. सारी दुनिया में जो इंसान बसते हैं ये सब अल्लाह के बंदे हैं, चाहे वो गरीब है या मालदार है. गुर्बत और मालदारी ये तकसीम अल्लाह की तरफ से की गई है. उसे ऐसा लगता है कि मैंने मेहनत से कमाया. कारून भी यही कहता था, मैंने बड़ी मेहनत से कमाया है, मैं बहुत अक्लमंद आदमी हूँ, ये कहता था. और ये कहता था कि मुझे मेरी इल्म की वजह से ये माल दिया गया है. तो ऐसा नहीं है. अल्लाह सुब्हानहु व तआला की तक़सीम होती है, जिसको चाहते हैं ज़्यादा दे देते हैं. बहुत बेवकूफ़ आदमी है और उसको बहुत माल दिया हुआ है, विरसे में उसके पता नहीं कितना मिल गया. और एक समझदार आदमी है और वो मेहनत कर रहा है, उसको खाने को भी नहीं मिलता है. ये अल्लाह सुब्हानहु व तआला की दुनिया की छोटी सी जिंदगी में तक़सीम है. इसी तरह से अंदर की सलाहियतें हैं. ये भी आदमी समझता है कि मैंने अपनी मेहनत से हासिल कर लिया. मेहनत जरूर करनी चाहिए उसे अपने आप को बासलाहियत बनाने के लिए, लेकिन मिलती अल्लाह की तरफ से है. तो सारी दुनिया में जितने इंसान हैं वो सारे अल्लाह के बंदे हैं. अल्लाह ने उनको तबक़ात में मुनक़सिम किया है. हमें हर एक के लिए यही मेहनत करनी है कि वो कैसे हिदायत पर आ जाए. सबको एक ही काम के लिए पैदा किया गया है कि मर करके अल्लाह के सामने पेश होना है. और वहाँ हमेशा हमेशा की जिंदगी है, वहाँ पर हमेशा अल्लाह के क़ुर्ब में हमको रहना है. तो दुनिया में कोई आदमी बिल्कुल मामूली है, कोई ना उसके पास पैसा है, ना उसके पास कोई क्या कहते हैं फन है, हम समझते हैं कि ये तो बेकार आदमी है. नहीं, वो भी ऐसे ही है जैसे एक बहुत मालदार आदमी है या बहुत हैसियत वाला बड़ी कुर्सी पर बैठा हुआ है. नमाज में आते हैं तो सब एक ही सफ में खड़े हो जाते हैं. अल्लाह सुब्हानहु व तआला के यहाँ सबकी एक ही हैसियत है, सब अल्लाह के बंदे हैं. हमें ऐसी मेहनत करनी है दुनिया के अंदर, मकामी भी और बैरूनी भी, कि हर फर्द हिदायत की तरफ को आने वाला बन जाए. സഹോദരന്മാരെ, നമ്മുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഉത്തരവാദിത്തം നൽകിയിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നമ്മൾ പരിശ്രമിച്ച് അള്ളാഹുമായി ബന്ധപ്പെടുത്തണം, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. കാരണം എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ കണ്ണില് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ എന്ന് രണ്ട് തട്ടില്ല. ഒരാൾക്ക് സമ്പത്ത് കിട്ടുന്നത് അയാളുടെ കഴിവ് കൊണ്ടല്ല, ഒരാൾക്ക് സമ്പത്ത് കുറഞ്ഞു പോകുന്നത്, ദാരിദ്ര്യം ഉണ്ടാകുന്നത് അയാളുടെ കഴിവുകേടുമല്ല. ഇത് അള്ളാഹുവിന്റെ വീതം വെപ്പാണ്.
ഒരാളും കരുതരുത്, സമ്പന്നനായ ഒരാളും കരുതരുത് ഇതെന്റെ മിടുക്ക് കൊണ്ടാണ്, എന്റെ കഴിവിനെ കൊണ്ടാണ്. കാറൂണും അങ്ങനെയാണ് കരുതിയിരുന്നത്. കാറൂൺ സമ്പന്നനായപ്പോൾ കാറൂൺ കരുതി ഇത് ഞാൻ എന്റെ മിടുക്ക് കൊണ്ട്, എന്റെ തന്ത്രം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നേടിയതല്ല. ഇത് അള്ളാഹുവിന്റെ വീതം വെപ്പാണ്. ഒരു മനുഷ്യനെ സമ്പന്നനാക്കുന്നത് അള്ളാഹുവാണ്. ഒരു മനുഷ്യന് സമ്പത്ത് കുറക്കുന്നത് അള്ളാഹുവാണ്. ഇത് മനുഷ്യന്റെ കഴിവല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വീതം വെപ്പാണ്. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, വളരെ മണ്ടനായ ആള് വലിയ പണക്കാരനായി മാറും, ഭയങ്കര പണക്കാരൻ. പക്ഷെ അയാൾക്ക് എത്ര പണുണ്ട് എന്ന് പോലും ചിലപ്പോൾ അയാൾക്ക് കണക്കൂട്ടാൻ അറിയുണ്ടാവില്ല. എന്നാൽ വലിയ കഴിവുള്ള ആള് ചിലപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതി കിട്ടാണ്ട് വഴിയില്ലാണ്ട് നടക്കുന്നതും നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ മനുഷ്യർ പല തട്ടിലുണ്ട്. ദരിദ്രനുണ്ട്, സമ്പന്നനുണ്ട്, പട്ടണവാസി, ഗ്രാമവാസി, കഴിവ് കൂടിയ ആൾക്കാര്, കഴിവ് കുറഞ്ഞ ആൾക്കാര്. ചിലർക്ക് ഭയങ്കര കഴിവായിരിക്കും. ആ കഴിവുള്ള ആള് അയാളുടെ കഴിവ് സ്വയം പരിപോഷിപ്പിച്ചെടുത്തതൊന്നുമല്ല, അള്ളാഹു കൊടുത്തതാണ്. ചിലവരുടെ കഴിവുകള് സലാഹിയത്ത് കുറവായിരിക്കും, അത് അള്ളാഹു കൊടുക്കുന്നതാണ്, അള്ളാഹുവിന്റെ വീതം വെപ്പാണ്. എന്തെന്നായാലും ശരി, നമ്മളുടെ ഉത്തരവാദിത്തം, നമ്മളുടെ ജോലി എന്താണ്? നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാക്കിയെടുക്കണം. എന്താണത്? അവരെല്ലാവരും അവരുടെ നിയോഗമായ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാകണം. മുസ്ലിം എന്ന നിലയിൽ ദീനനുസരിച്ച് ജീവിക്കൽ മാത്രമല്ല, ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നവരാക്കി നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും നമ്മൾ തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ നാടുകളിൽ ദീനിന്റെ പരിശ്രമം ചെയ്യണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോയി നമ്മുടെ സമ്പത്തും സമയവും ചെലവഴിച്ചുകൊണ്ട് അന്യ നാടുകളിൽ ജനങ്ങളുടെ കൈപിടിച്ച് ഓരോ മനുഷ്യരെടുക്കൽ പോയി അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി കൊടുത്ത് അവരെ ദീനിന്റെ പരിശ്രമത്തിലേക്ക് പ്രേരിപ്പിക്കണം. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. जब आदमी मेहनत करता है तो उस बासलाहियत बनता है। मेहनत करने से उसकी सलाहियतें उभरती हैं, फिर उसकी शोहरत होती है। अच्छा, दीन की मेहनत करेगा, दुनिया की मेहनत में भी सलाहियतें बढ़ती है, दीन की मेहनत करेगा उसमें भी सलाहियत बढ़ेगी और उसमें भी शोहरत हो जाती है। समझे? ये बहुत नाजुक मसला है। जैसे दुनिया में आदमी मेहनत करता है, बासलाहियत बनता है, तो उसकी शोहरत होती है, वो उससे बहुत खुश होता है, अरे मुझे सारी दुनिया जानती है। ऐसे ही दीन के काम में भी होता है। यहाँ उसने मेहनत की तो वो बासलाहियत बनता है, उसे बयान करना आ जाता है और उसे बड़े बड़े मशवरे देने आ जाते हैं और बड़ी प्लानिंग करता है, तो मशहूर हो जाता है। समझे? तो जैसे दुनिया में मेहनत करने से मशहूर हुआ, तो दीन के अंदर भी मशहूर हो जाएगा। और बड़ा नाजुक मसला है। यहाँ तो था कि अपने मकाम को कुर्बान करना, और वहां उसे हासिल हो गया मकाम। तो बताइए, ये तो मसला बहुत खतरनाक हो गया। अब इसका क्या हाल है, ये हमें बताना है। സോമരെ, നമുക്കറിയാം, സാധാരണ രീതിയിൽ ദുനിയാവിലൊരു മനുഷ്യന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവൻ സമയം ചെലവഴിച്ചാൽ, പരിശ്രമിച്ചാൽ, ആ മേഖലയിൽ അള്ളാഹു അവനെ ഒരു മിടുക്കനാക്കി മാറ്റും. അവനുള്ള കഴിവുകൾ അള്ളാഹു പരിപോഷിപ്പിക്കും. ദുനിയാവിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ തീവ്രമായി ഒരു കാര്യത്തിന് വേണ്ടി മെനക്കെട്ടാല്, പരിശീലിച്ചാല്, പരിശീലനം നേടിക്കഴിഞ്ഞാല്, അതിനുവേണ്ടി അവന്റെ ജീവിതം ചെലവഴിച്ചാല് ആ മേഖലയിൽ അവൻ മികച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരാള് അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിലും ദീനിന്റെ പരിശ്രമത്തിൽ അയാള് സമ്പത്ത് ചെലവഴിച്ചു, സമയം ചെലവഴിച്ചു, അയാള് മെനക്കെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പരിശ്രമത്തിലുള്ള സലാഹിയത്ത്, അതിനുള്ള കഴിവും അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കും. ചില വേളയിൽ ചില ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പരിശ്രമത്തിൽ അവരെ കഴിവുകൾ എത്ര വർദ്ധിപ്പിക്കുമെന്ന് വെച്ചാൽ, ആ കഴിവിന്റെ പേരിൽ ചിലപ്പം അവന് ഒരു അറിയപ്പെടുന്ന ആളായിട്ട് മാറും. അവനെ ആൾക്കാർ ക്ഷണിക്കും, പരിപാടികൾക്ക് ക്ഷണിക്കും, അങ്ങോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടും, ഇങ്ങോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടും. അപ്പൊ ദീനിന്റെ പരിശ്രമം എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ്? സാധാരണ ദുനിയാവിന്റെ കാര്യത്തിന് ഒരാൾ മെനക്കെട്ടാല് അയാള് വലിയ അറിയപ്പെടുന്ന ആളായി മാറി, അല്ലെങ്കിൽ അയാളെ കുറിച്ച് ആൾക്കാർക്കിടയിൽ മതിപ്പുണ്ടാകുന്നത് അത് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ദീനിന്റെ പരിശ്രമത്തിലും ചിലപ്പോൾ ഒരാള് പരിശ്രമിച്ചു, ത്യാഗം ചെയ്തു, ഇതിന്റെ പേരിൽ അയാൾ ചിലപ്പോൾ അറിയപ്പെടുന്ന ആളായിട്ട് മാറും. പക്ഷെ ഇത് വലിയ ഒരു പേടിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡെലിക്കേറ്റ് മസിലാണ്, ഒരു ശ്രദ്ധിക്കേണ്ട, പേടിക്കേണ്ട ഒരു സന്ദർഭമാണിത്.
കാരണം എന്താണ്? ഒരാൾ ദീനിന്റെ പരിശ്രമം, പ്രത്യേകിച്ച് ദാവത്തിന്റെ തബ്ലീഗിന്റെ പരിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാനവും നമ്മുടെ അഭിമാനവും നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും എല്ലാം അർപ്പണം ചെയ്യേണ്ട സ്ഥലമായിരുന്നു. നമ്മുടെ വില പോകുന്ന, നമ്മുടെ അന്തസ് പോലും ചിലപ്പോൾ നമ്മളിത് നഷ്ടമായി പോകുന്ന രീതിയിൽ നമ്മളെ പരിശ്രമത്തിൽ നിന്നും നേരെ വിപരീതമായി വലിയ പേരും പ്രശസ്തിയുള്ള ആളായിട്ട് മാറി, ആളെ നേരെ വിരൽ ചൂണ്ടപ്പെടുന്ന ആളായിട്ട് മാറി, പ്രാസംഗികനായിട്ട് മാറി. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ നിന്നും അയാൾ എങ്ങനെ രക്ഷപ്പെടും? അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ये सन 1985 1985 में एक साहब आए हजरत मौलाना इनामुल हसन साहब के पास, और उन्होंने ये कहा, हम बैठे हुए थे वहाँ, कि हजरत मुझे अपने इलाके में बहुत मेहनत करनी होती है, और ये शहर, यानी एक तो शहर का काम है, फिर मेरा सूबा है, वहाँ पर भी मुझे जोड़ होते हैं, उसमें जाना होता है, और कहीं कोई जमात है उसको हिदायत देने के लिए जाना होता है। महीने में करीब 15 दिन मेरे बाहर गुजरते हैं तकाज़ों पर। तो उन्होंने पूछा, क्या मुझे भी 3 दिन महीने के लगाने चाहिए? ये पूछा उन्होंने, हजरत से ये पूछा। मेरे 15 दिन लगते हैं और तकाज़ों पे लगते हैं, तो क्या मुझे भी 3 दिन लगाने चाहिए? तो हजरत ने ये फरमाया, तुम माशाअल्लाह 15 दिन दूसरों के लिए लगाते फिरते हो, अपनी इस्लाह के लिए 3 दिन अपनी मस्जिद के जमात के साथ भी लगा लिया करो। ये उसका जवाब था. സ്വയംമാര് 1985 ഒരാൾ വന്ന്, ഒരു നാട്ടിലെ പരിശ്രമത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാള് മൗലാന ഇനാമുൽ ഹസൻ ഹസ്രജി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ സമക്ഷത്തിൽ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഹസ്രത്ത്, ഞാൻ നമ്മുടെ നാട്ടിലുള്ള പരിശ്രമത്തിൽ, ജില്ലയുടെ പരിശ്രമം, അതിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി യാത്ര ചെയ്യാറുണ്ട്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ ഞാൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ജമാഅത്തിൽ ചിലപ്പം യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്. ആ രാജ്യത്തിന് വേണ്ടി ചിലപ്പം യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്. ജമാഅത്തുകൾക്ക് റവാൻഗി പറയാൻ വേണ്ടി, ഒരു ജമാഅത്ത് പുറപ്പെട്ടു പോകുമ്പം അതിന് കൊടുക്കേണ്ടെന്ന നിർദ്ദേശം പറയാൻ വേണ്ടി പോകേണ്ടി വരാറുണ്ട്. പിന്നെ വരുന്ന ജമാഅത്തുകളോട് സംസാരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കാറുണ്ട്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു 10-15 ദിവസത്തോളം എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്നും ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ മാറി വിട്ടു നിൽക്കേണ്ടി വരാറുണ്ട്. അങ്ങനത്തെ ഞാൻ വീണ്ടും ഒരു 3 ദിവസം ജമാഅത്തിൽ പോകേണ്ടതുണ്ടോ? അതായത് എല്ലാ മാസം 3 ദിവസം ജമാഅത്തിൽ പോകണമെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ 15 ദിവസം ഓൾറെഡി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലത്തെ ജില്ലയുടെ തക്കാസ ആവശ്യങ്ങൾ, സ്റ്റേറ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പല നാട്ടിലെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പോകാറുണ്ട്. 3 ദിവസം ഇതിന്റെ പുറമെ ഞാൻ പോകേണ്ടതുണ്ടോ? ഇനാമുൽ ഹസൻ ഹസ്രജി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ 15 ദിവസം നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ പോയാലും ശരി, നിങ്ങളുടെ സ്വന്തം ഇസ്ലാഹിന് വേണ്ടി, നിങ്ങളുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി, നിങ്ങൾ നന്നാവാൻ വേണ്ടി, നിങ്ങളുടെ ശിക്ഷണത്തിന് വേണ്ടി നിങ്ങൾ എല്ലാ മാസം 3 ദിവസം നിർബന്ധമായിട്ടും പോകണമെന്ന് അദ്ദേഹത്തിനോട് പറയണ്ടായി. बाहर निकल करके हम क्या हैं लोग नहीं जानते हैं. लोगों ने कुछ बता दिया, ये बड़े मालदार हैं और बहुत पढ़े लिखे हैं और बहुत बासलाहियत हैं, तो वो उसी हिसाब से लोग उसकी इज्जत करने लगते हैं. लेकिन अपने मकाम पर, अपने महल्ले में हमें सब जानते हैं, हमारे अखलाक को खूब जानते हैं, क्योंकि हमारे महल्ले में हमें अपने पड़ोसियों से वास्ता पड़ता है. वो पड़ोसी बीमार हुआ है, क्या हम उसकी इयादत को गए थे, या उसके यहाँ कोई काम हुआ था, शादी हुई थी, क्या हम उसकी मदद को गए थे, या कोई उसकी परेशानी आ गई, उसके पीछे मुकदमा लग गया, क्या हमने उसकी मदद की थी? तो वो महल्ले में हमको सब जानते हैं, और रोजाना
नमाजों में आते हैं, एक आदमी होता है चिड़चिड़ा, हर एक को डांट दिया, और एक बाखलाक होता है, तो महल्ले वाले सब जानते हैं कि ये किस मकाम का आदमी है। तो इसलिए मकाम का काम, मकाम पर जो आदमी बनता है, मकामी मेहनत से जो आदमी बनता है, बाहर तो निकलते हैं सीखने के लिए मेहनत को, लेकिन असल जो सिफात पैदा होती है वो मकामी काम ही से होती है, क्योंकि वहाँ हमें सब जानते हैं, समझे। वहाँ बिला वजह कोई अपने सर पे नहीं बिठाएगा, सब कहते हैं ये हमारे सामने है और इसके अखलाक भी हमको मालूम है और इसके एक एक मामलात हम जानते हैं। സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയ സമ്മേളനങ്ങൾക്കെല്ലാം പോയി സംസാരിക്കുന്നു, ദൂര പ്രദേശങ്ങളിലൊക്കെ പോകുന്നു. ആ നാട്ടിലെ ജനങ്ങൾ ചിലപ്പോൾ നമ്മളെ വലിയ കാര്യത്തിൽ ബഹുമാനിക്കുകയും നമ്മളെ വലിയ സ്ഥാനമൊക്കെ നൽകുകയും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തലകുലുക്കി സമ്മതിക്കുകയൊക്കെ ചെയ്യും. ഇത് അവർക്ക് നമ്മളെ കുറിച്ചൊന്നും അറിയൊന്നുമില്ല. അവർ കാണുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജമാഅത്തിന്റെ കൂടെ യാത്ര ചെയ്ത് വന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ആളാണ്, ഇന്ന പ്രൊഫസറാണ്, അല്ലെങ്കിൽ ഇന്ന ആലിമാണ്, ഇന്ന ആളാണെന്നൊക്കെ കരുതിയിട്ടാണ് അവർ നമ്മളെ ബഹുമാനിക്കുന്നത്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവനായിട്ട് നമ്മളെ അറിയാം. നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും, ഒരു അയൽവാസി അയാൾക്ക് സൂക്കേട് വന്നു, അയാളെ സൂക്കേട് വന്ന സമയത്ത്, അസുഖം വന്ന സമയത്ത് നമ്മൾ അയാളെ സന്ദർശിച്ചിരുന്നോ? നമ്മളെ ഒരു അയൽവാസിക്ക് ഒരു ആവശ്യം വന്നു, ഒരു പണി കിട്ടി, അല്ലെങ്കിൽ അയാളുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായി, ആ സമയത്ത് നമ്മൾ അയാളെ വേണ്ട രീതിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നോ? അയാളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഒരാളായിട്ട് നിന്നിരുന്നോ? അവരുടെ കാര്യങ്ങളിൽ ഉണ്ടാവുന്ന അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ കൂടെ നിന്നിരുന്നോ? അവർക്ക് നമ്മളെക്കുറിച്ച് ശരിക്കും അറിയും. അതുകൊണ്ട് നാട്ടിൽ നമ്മൾ ആരും പിടിച്ച് തലക്കേറ്റൊന്നുമില്ല. നാട്ടിൽ ഓരോരുത്തർക്കും, പള്ളിയിൽ വരുന്ന ഓരോരുത്തരെ കുറിച്ചും ഓരോരുത്തർക്കും അറിയാം, ഇയാൾ വെറും വെറുപ്പിക്കലാണ്, എല്ലാവരോടും ചൂടായിക്കൊണ്ടേയിരിക്കും, ഒരു ചൂടനാണ് ഇയാള്, എന്ത് വിഷയത്തിലും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചൂടാവുന്ന ആളാണ്. ഇത് ഈ ആള് വളരെ നല്ല ആളാണ്, എല്ലാവരോടും നല്ല മര്യാദക്കാരനാണ്, നല്ല സ്നേഹത്തിലാണ്, എല്ലാവരുമായി ഇണക്കത്തിലാണ്. നാട്ടുകാർക്ക് മുഴുവനായിട്ട് നമ്മളെക്കുറിച്ച് ശരിക്കും അറിയുന്നുണ്ടാവും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പരിശ്രമം, നമ്മൾ പരിശ്രമിക്കേണ്ടത്, നമ്മുടെ പരിശ്രമത്തിന്റെ സ്ഥലം, നമ്മുടെ ഏറ്റവും വലിയ പരിശ്രമത്തിന്റെ മൈതാനം അത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നാട്ടിലുള്ള ദീനിന്റെ പരിശ്രമം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറമെ പോയി പരിശ്രമിക്കുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോയി പരിശ്രമിക്കുന്നത്. ഈ നാട്ടിൽ വന്ന് നല്ലൊരാളായിക്കൊണ്ട് ഇവരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് ദീനിന്റെ പരിശ്രമം ആ നാട്ടിൽ ചെയ്യാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറപ്പെട്ടു പോകുന്നത് തന്നെ. मकाम पर अपने महल्ले में, अपनी मस्जिद के अतराफ में 3 दिन की जमात बनानी है। एक एक फर्द के पास जाना पड़ता है, एक एक की खुशामद करनी पड़ती है। तो आप हैं बहुत बड़े आदमी, लेकिन वो तो मामूली आदमी है, और उसके पास कहे कि भाई 3 दिन को चलना है, और मेरे पास टाइम नहीं है, समझे। वो तो मकामी आदमी है, तो वो अच्छी खासी इस्लाह कर देता है। और एक एक आदमी को जमा करने में, लोग 3 दिन की जमात जो निकालते हैं, वो 3 दिन की जमात तकरीर से नहीं निकलती है कि साहब ये बहुत अच्छी तकरीर की इन्होंने इसलिए हम इनके नहीं, एक एक की खुशामद की जाती है, तो जाकर के वो जमात बनती है 3 दिन की मकाम पर, समझे। और फिर अगर वो चले भी गए तो फिर हर एक के अपनी आदतें होती हैं, समझे। तो वो सारी की सारी उसको झेलनी पड़ती है जिसने उनकी तश्कील की है, जो खुशामद करके उनको लेकर के गया है। तो उसमें आदमी बनता है, समझे। एक एक आदमी पर मेहनत करके, मकाम वाले को, बाहर वाले को नहीं, बाहर मतलब बहुत आसान है, लेकिन अपने मकाम पर 3 दिन की जमात निकाल करके ले जाए और उन्हें आमाल में जोड़े, तालीम में जोड़े, गश्त में जोड़े, तो वो एक बहुत मुश्किल काम होता है, लेकिन उसी में आदमी की सारी इस्लाह हो जाती है। वो जो सबसे अहम चीज अल्लाह को पसंद है, इंसान की तवाज़ो, समझे, इनाबत, वो आदमी के अंदर पैदा हो जाती है। സഹോദരന്മാരെ, നമ്മുടെ നാട്ടില് നമ്മളൊരു 3 ദിവസത്തെ ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാല്
നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വലിയ പേരുള്ള ആളാണെന്ന് കരുതുക. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വളരെ സാധുക്കളായ മനുഷ്യരാണ്. അവരുടെ അടുത്തൊക്കെ പോയി എല്ലാവരും പുറപ്പെടി എന്നൊന്നും പറഞ്ഞാൽ ആരും പുറപ്പെടൂല. ഓരോരുത്തരെ കയ്യും കാലും പിടിക്കേണ്ടി വരും, ഓരോരുത്തരെയും സന്തോഷിപ്പിക്കേണ്ടി വരും. ഓരോരുത്തരെ പോയി വളരെയധികം മെനക്കെട്ട് അവരെ മെരുക്കിയെടുത്ത് അവരെ അള്ളാന്റെ മാർഗത്തിൽ പോവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പുറത്തൊക്കെ പോയി പ്രസംഗിക്കുക, വലിയ വലിയ ബയാനുകളിൽ പോയി പ്രസംഗിക്കുക, അതൊക്കെ ഭയങ്കര എളുപ്പമാണ്. സ്വന്തം നാട്ടിലെ ഒരു 3 ദിവസത്തെ ജമാഅത്ത് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അടുക്കൽ പോകണം, അവരെ പിന്നാലെ കൂടണം, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവരുടെ സ്നേഹത്തിൽ പെരുമാറണം. വലിയൊരു മെനക്കേടിന് ശേഷം മാത്രമേ ഒരാളെ കൂട്ടാൻ പറ്റുള്ളൂ. നമ്മളൊരാളെടുത്ത് പോയി വാ നിങ്ങളെല്ലാവരും പുറപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോയി പണി വെക്കുമെന്ന് പറയും. അവർ നമ്മളെ തള്ളിക്കളയും. ആ പരിഹാസം മതിയാവും നമ്മൾ നന്നാവാൻ. അപ്പോൾ ദീനിന്റെ പരിശ്രമത്തിൽ ഒരു 3 ദിവസത്തെ ജമാഅത്ത് ഉണ്ടാക്കല്, അവരെ നമ്മൾ അമലുകളിൽ കൂടെ കൂട്ടല്, നമ്മുടെ കൂട്ടത്തിൽ ഉമൂമി ഗസ്റ്റിന് അവരെ കൂട്ടൽ, നമ്മളെ കൂട്ടത്തിൽ താലീമിന് കൂട്ടൽ, നമ്മളെ കൂട്ടുകാരായി അവരെ കൂട്ടത്തിൽ നമ്മൾ സമയം ചെലവഴിച്ച് നടക്കല്. സഹോദരന്മാരെ, ഇത് വലിയ പണിയാണ്. എന്നാൽ ഇതിന് വലിയ ഗുണങ്ങൾ നമുക്ക് കിട്ടും. മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പരിശ്രമം കൊണ്ട് നാടുകളിൽ ദീനിന്റെ പരിശ്രമം ചെയ്താൽ 2 ഗുണം ഉണ്ടാവും. ഒന്ന് തവാലു എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയം ഉണ്ടായിത്തീരും. 2 ഇനാബത്ത്. പടച്ചോനെ, ഈ ആൾക്കാരെ കിട്ടാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് തേട്ടം, അള്ളാഹുവിലേക്ക് മടങ്ങും. നമ്മൾക്ക് നമ്മുടെ കഴിവുകളില് ശക്തികളില് നമ്മളുടെ സലായത്തിൽ തന്നെ നമുക്ക് സംശയമായിപ്പോ ഇവരെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കാരണമായി അള്ളാഹുവിലേക്ക് നമുക്ക് അടുപ്പം വരും. 2 മനുഷ്യരിടയിൽ വിനയത്തിന്റെ സഹവർത്തിത്വത്തെ ജീവിതം നമുക്ക് ഉണ്ടായിത്തീരും, തവാലു ഉണ്ടായിത്തീരും. हिदायत जो मिलती है वो इनाबत से ही मिलती है। वयहदी इलैहि मन युनीब। इनाबत जब आदमी में पैदा हो जाती है, अल्लाह उसको हिदायत से नवाज देते हैं। ഏതൊരു മനുഷ്യന് ഇനാബത്ത് ഉണ്ടായിത്തീരുന്നോ, അള്ളാഹുവിൽ മടക്കമുണ്ടായിത്തീരുന്നോ, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, അവന് അള്ളാഹു സുബ്ഹാനഹു തആല നേർമാർഗം ഹിദായത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കും. ഹിദായത്ത് കിട്ടാൻ ഇനാബത്ത് നിർബന്ധമാണ്. रोजाना बैठ करके मशवरा किया जाता है। मकामी जो जमात होती है उसमें एक काम रोजाना का मशवरा करना भी होता है। और वो मशवरे में मशवरे में जो बैठे रहते हैं तो वो लोग भी होते हैं जिनको हमने काम में लगाया। वो नए लोग हैं और वो मशवरा दे रहे हैं। तो अब उसमें मशवरे में हमारे यहाँ मशवरा कोई बड़ा मशवरा नहीं होता है, सिर्फ इस बात का मशवरा होता है कि भाई ये जमात कहाँ जाएगी और ये गश्त के लिए किससे मुलाकात करेंगे, तो इतना मशवरा होता है। आगे बहुत बड़ा मशवरा नहीं होता। लेकिन इसके अंदर भी जो नए लोग हैं वो अपनी राय देते हैं, और पुराना है जिसने उनको काम में लगाया है उसकी भी अपनी राय होती है। तो वो बैठा बैठा ये कह रहा है तुम उधर चले जाओ, तुम उधर चले जाओ, समझे, और खुद बैठा हुआ है, खुद कुछ करता नहीं है। हालांकि अब वो नया आदमी है, उसको ये मौका दिया जाए कि वो तुम्हारे बारे में भी तो तय करे कि तुम्हें किससे मिलना है, तुम्हें कहाँ जाना है, समझे। तो जाकर के वो मशवरा बनता है, समझे। अभी तो लोगों को मशवरा करना भी नहीं आता है। इस काम की सारी बुनियाद तो मशवरे पर है। इनाबत आदमी के अंदर जो पैदा होती है वो मशवरे से होती है। 2 किस्म के आदमी होते हैं। एक तो सबकी राय पर चलना, समझे, सबकी राय को एक करना। मशवरे का मकसद होता है सबकी राय एक हो जाए। आजकल तो जमहूरियत का, डेमोक्रेसी का जमाना है, तो सब आपस में राय मिलाकर के काम करते हैं। हुकूमतें भी आपस में राय मिलाकर के चलती है। तो ये तो मामूली काम है, आसान काम है, लेकिन मशवरा हमें सिखाया जाता है। ये मशवरे पर हमको डाला गया है, पहले दिन से ही डाला है। अल्लाह सुब्हानहू व तआला के यहाँ से हुजूर सल्लल्लाहु अलैहि वसल्लम पर वही आती थी। इसके बावजूद सहाबा
को इतना जरी कर दिया था हुजूर सल्लल्लाहु अलैहि वसल्लम ने कि बाज़ मर्तबा सहाबा पूछते, या रसूल अल्लाह, ये आपकी राय है या अल्लाह की तरफ से वही है? तो हुजूर सल्लल्लाहु अलैहि वसल्लम फरमाते, नहीं, मेरी राय है। तो फिर सहाबा कहते, तो आपकी राय तो हमारी राय है। बहुत जुर्रत से कहते थे, मशवरा करना सिखाया था उनको, फिक्रों पर जुड़ना। उसी से इनाबत पे, यानी कोई बाहर से आदमी आता था, उसे पूछना पड़ता था कि तुम में मोहम्मद कौन है। यानी मजलिस बैठी हुई है, ये भी पता नहीं चलता था कि नबी कौन है इनमें से। ऐसी उमूमियत के साथ रहते थे, हमें वही सिखाया है। आपस में मशवरे से एक दूसरे की राय का एहतराम करते हुए हमें चलना आ जाए। अपनी चलानी तो बहुत आसान है, डिक्टेटरशिप, लेकिन मशवरा करना मुश्किल है। ठीक। സഹോദരന്മാരെ, നമ്മുടെ പ്രവർത്തനത്തിൽ ദിവസേന നമ്മളെ പള്ളികളിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട അമലാണ് മശ്വറ. ദിവസേനയുള്ള നമ്മുടെ നാടുകളിലെ പരിശ്രമത്തിൽ നമ്മളെല്ലാ ദിവസവും മുടങ്ങാണ്ട് റോസാന ദിവസേന ദിനേന ചെയ്യേണ്ട ഒരു ജോലിയാണ് മശ്വറ. മശ്വറയിൽ നമ്മൾ സാധാരണ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മളെ പരിശ്രമവുമായി ബന്ധപ്പെട്ട ആൾക്കാർ നമ്മളെല്ലാവരും കൂടി ചേർന്നിരുന്ന് മശ്വറ ചെയ്യാണ്. അപ്പൊ നമ്മൾ ആ നാട്ടിൽ പഴയ ഒരാളാണെന്ന് കരുതുക. നമ്മുടെ പരിശ്രമം കാരണമായി കുറെ ആൾക്കാർ പുതുതായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തീരുമാനിക്കുന്നത് മുതിർന്ന ആളെന്ന നിലയിൽ നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങ് കയറി തീരുമാനിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ്, നിങ്ങൾ 3 പേര് അങ്ങോട്ട് പോ, നിങ്ങൾ 3 പേര് ഇങ്ങോട്ട് പോ, നിങ്ങൾ 3 പേര് ഇങ്ങോട്ട് പോ, ഞാൻ ഇവിടെ ഇരിക്കുക, ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മള് നമ്മളാണ് അവരെല്ലാരും പരിശ്രമത്തിൽ ബന്ധപ്പെടുത്തിയതെങ്കിൽ പോലും അങ്ങനെയല്ല മശ്വറ ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും കൂടിയും പോകുന്ന രീതിയിൽ, നമ്മളും കൂടിയും പരിശ്രമിക്കുന്ന രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒരുമിച്ച് കൂട്ടും. എല്ലാവരുടെയും അഭിപ്രായത്തിന് ഇസ്ലാമിന് വലിയ വിലയുണ്ട്. മശ്വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കാരണമായി അള്ളാഹുവിലേക്കുള്ള നമ്മളുടെ അടുപ്പം, ഇനാബത്ത്, അത് എളുപ്പമായി തീരും. മശ്വറയിൽ നമ്മളെ എല്ലാവരുടെയും അഭിപ്രായത്തിനെ നമ്മൾ റായ് മിലാന, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കുകയും എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും എല്ലാവരുടെ അഭിപ്രായത്തിന് രൂപീകരണം നടത്തുന്നതിന്റെ പേരാണ് മശ്വറ. ഇന്ന് വലിയ വലിയ രാജ്യങ്ങൾ പോലും ജംഹൂരിയത്ത്, റിപ്പബ്ലിക്കൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് രാജ്യങ്ങൾ പോലും മനുഷ്യരുടെ മുഴുവൻ അഭിപ്രായങ്ങൾ ഏറ്റെടുക്കാണ്. ഡിക്റ്റേറ്റർഷിപ്പ് ഇല്ല, ഒരാൾ അയാളുടെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കിയല്ല, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് രാജ്യങ്ങൾ പോലും ഭരണ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മശ്വറയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഴുവൻ കൂട്ടുകാരെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരുടെയും അഭിപ്രായം ചേർത്തുകൊണ്ട് ചെയ്യണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മശ്വറ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സഹാബാക്കൾ ചോദിക്കുമായിരുന്നു, ഇത് അള്ളാഹുവിന്റെ വഹിയാണോ അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഇത് എന്റെ അഭിപ്രായമാണ്, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നല്ല എന്ന് പറയുമ്പോൾ സഹാബാക്കൾ പറയുമായിരുന്നു, എന്നാൽ ഞങ്ങൾക്കും ഒരു അഭിപ്രായമുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെന്ന് അവർ വലിയ ഉഷാറോടുകൂടി നബി തങ്ങളുടെ മുമ്പിൽ പറയത്തക്ക രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം, മശ്വറയുടെ ഒരു സ്വഭാവം അവരിൽ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു രീതിയാണ് മശ്വറയുടെ രീതി. നമ്മുടെ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ, ആദ്യത്തെ ദിവസത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാര്യങ്ങൾ, പരിശ്രമത്തിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതിനുള്ള ഒരു മശ്വറയുടെ, ഒരു സമവായത്തിന്റെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ ഒരു രീതിയുണ്ട് മശ്വറ. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, എല്ലാവരെയും കൂട്ടിക്കൊണ്ട്, തന്നെയും കൂടി അതിലൊരാളാക്കിക്കൊണ്ട് പരിശ്രമിക്കൽ. मैं अपने तालीम के सिलसिले में 1966 में 1966 में पेरिस गया, फ्रांस, पीएचडी करने के लिए। उससे पहले हम यहाँ पर चिल्ले सब लगा चुके थे और काम में 5-6 साल से चल रहे थे। हिंदुस्तान में अलीगढ़ में से वहाँ निजामुद्दीन भी जाते थे और मौलाना यूसुफ साहब रहमतुल्लाह अलैह की 6-7 साल तक तकरीरें सुनी है हमने, फजर के बयान 2.5 घंटे के, समझे। तो हमको जाते वक्त, उनका तो 65 में इंतकाल हो गया, लेकिन मौलाना इनामुल हसन साहब के ज़माने में हम वहाँ गए। वहाँ जाकर के हमने उसी तर्ज पर काम शुरू किया
तो बहुत सारे मजदूर, बहुत बड़ी आबादी पेरिस के अंदर 10 उस वक्त 10 लाख मुसलमान रह रहे थे सिर्फ पेरिस में, जो बाहर से मजदूरी करने आए हुए थे। मजदूर यानी कोई बड़ी पोजीशंस पर नहीं, उन मुल्कों से जहां जिन पर फ्रांस का कब्जा था वहां से आए। अच्छा, हम मेहनत की माशाअल्लाह, वो सब जुड़ गए। मुझे ये बताना था 2.5 साल में मेरी पीएचडी मुकम्मल हो गई। तो किसी ने कहा कि भाई इनकी तो ये डॉक्टर हो गए हैं, किसी ने कहा। तो मेरे जो साथी थे उन्होंने पूछा तुम क्या हो गया हो? तो उनको ये मालूम नहीं था कि पीएचडी क्या होता है, डॉक्टरेट क्या होता है, ये भी नहीं मालूम था उनको। और काम में इतनी कुर्बानी आगे दे रहे वो, समझे, सिर्फ प्यार मोहब्बत की वजह से। उनको ये उनको ये नहीं पता कि पीएचडी क्या होता है, डॉक्टरेट क्या होता है। और वो कहा कि अब ये तो चले जाएंगे अपने मुल्क। तो सब रोने लगे, अरे ये कोई बात हुई, तुम क्या बन गए हो, तुम ये सब कुछ नहीं है, उसे छोड़ो, तुम हमारे पास रहो। तो वो उमूमियत के साथ हर आदमी को अहमियत दी जाए, तो वो इतना काम करने वाले, वो जगह जहाँ पर हालत ये थी जब हम पहुंचे वहाँ कि कोई अपने आप को मुसलमान बताने को तैयार नहीं होता था। मैं अगर उससे कहूँ मेट्रो में बैठ करके अस्सलाम वालेकुम, तो वो कहते थे क्या चाहिए, आहिस्ता कहो, मालूम हो जाएगा कि ये मुसलमान है। और फिर 1 साल के अंदर ही वो चोगा पहन के और साफा पहन करके और बाजारों में घूमने शुरू कर दिया। तो वो ईमान जो है, ईमान तो बहुत बड़ी चीज है, उसके अंदर जोश पैदा हो जाता है। और फिर अंदर आदमी के सलाहियत होती है, वो मजदूरी है लेकिन वो मारा हुआ है। तो इसलिए फिर उन्होंने काम को खड़ा किया, सारे यूरोप में काम खड़ा हो गया। സഹോദരന്മാരെ, 1966 ഞാൻ എൻ്റെ പഠനാവശ്യത്തിന് വേണ്ടി ഫ്രാൻസിൽ പോയി. ഞാനല്ല കേട്ടോ, മൂപ്പര്. 1966 ഞാൻ പഠനാവശ്യത്തിന് വേണ്ടി ഫ്രാൻസിൽ പോയി. 6 വർഷം മുമ്പ്, അതിനു മുമ്പ് ഏതാണ്ട് 5-6 വർഷം മുമ്പ് ഞാൻ നാട്ടിൽ ദീനിന്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് അലിഗഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നിസാമുദ്ദീനിൽ പോകുമായിരുന്നു. അപ്പൊ അവിടെ ബംഗ്ലാവാലി മസ്ജിദിൽ മൗലാന യൂസുഫ് സാബ് റഹ്മത്തുള്ളാഹിന്റെ 4-5 വർഷം എല്ലാ ദിവസവും സുബൈക്ക് അദ്ദേഹമായിരുന്നു ബയാൻ ചെയ്തിരുന്നത്. ഒരുപാട് ബയാനുകൾ നമ്മൾ കേൾക്കുമായിരുന്നു. അങ്ങനെ പക്ഷെ 1965 അദ്ദേഹം വഫാത്തായി. 1966 ഞാൻ ഫ്രാൻസിലേക്ക് പോകുന്നത്. ഫ്രാൻസിലേക്ക് ഞാൻ പോകുന്നത് PhD എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ പോയി മഷൂറ പ്രകാരം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ദീനിന്റെ പരിശ്രമം ആ നാട്ടിൽ പരിശ്രമിക്കാൻ തുടങ്ങി. അന്ന് ഫ്രാൻസിൽ 10 ലക്ഷം മുസ്ലിമീങ്ങൾ, ഏതാണ്ട് 10 ലക്ഷം മുസ്ലിമീങ്ങൾ തൊഴിലാവശ്യത്തിന് വേണ്ടി വന്ന് ഫ്രാൻസിൽ താമസിക്കുന്നുണ്ടായിരുന്നു. പാരീസിൽ മാത്രം 10 ലക്ഷം മുസ്ലിമീങ്ങൾ പാരീസിലുണ്ടായിരുന്നു. അപ്പം എല്ലാം തൊഴിലാളികൾ. അങ്ങനെ പരിശ്രമത്തിൽ ഞാൻ അവരെ കൂട്ടത്തിൽ പരിശ്രമിച്ചു. അങ്ങനെ അവരെല്ലാവരും കുറെ പേര് ഒരു കൊല്ലം കൊണ്ട് തന്നെ മാഷാഅല്ലാഹ് പരിശ്രമം വളരെയധികം മാറ്റമുണ്ടായി. അങ്ങനെ എത്രത്തോളം പാവങ്ങളായിരുന്നു അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെത്ര സാധുക്കളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് PhD കിട്ടി. PhD കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് പറഞ്ഞ് മൂപ്പർ ഇപ്പൊ ഡോക്ടറായി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഡോക്ടറായോ? അപ്പൊ ഇവർക്ക് PhD എടുത്തിട്ടുള്ള ഡോക്ടറേറ്റ് എന്താണെന്ന് പോലും അറിയില്ല. പാരീസിലായിരിക്കെ അത്രയും അൺപഡായിട്ടുള്ള, അത്രയും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരായിരുന്നു അവർ. പക്ഷെ അവരെത്ര മാറ്റം ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ത്യാഗം അവർ ചെയ്തു, എത്ര മാറ്റം അവർ ആ നാട്ടിലുണ്ടായി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നാടിനെ മാറ്റിമറിച്ചു. അവർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പം ഒരാൾ പറഞ്ഞു ഇദ്ദേഹം കോഴ്സ് പൂർത്തിയായിട്ടുണ്ട്, നാട്ടിൽ പോവാണ്. അവർ കരയാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞ നിങ്ങളെന്താ കരയുന്നത്, ഞാൻ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ച്.
പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു, അവരെ കൊണ്ട് പരിശ്രമിപ്പിക്കുമായിരുന്നു. ഞാൻ പോകുന്ന കാലഘട്ടത്തിൽ അവിടെ പാരീസിലെ അവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, മുസ്ലിമാണെന്ന് അറിയപ്പെടുന്ന ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങള് അവരുടെ ഐഡന്റിറ്റി, അവരുടെ വ്യക്തിത്വത്തിനെ മറച്ചു പിടിക്കുമായിരുന്നു. ഇപ്പൊ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മുസ്ലിമാണെന്ന് മനസ്സിലാവുന്ന ആൾക്കാരെ നോക്കി ഞാൻ സലാം പറയുമായിരുന്നു. അപ്പൊ ഒരു എന്താ വേണ്ടെന്ന് നോക്കി, പതുക്കെ പറയാൻ പറയും, സലാമൊക്കെ പതുക്കെ പറയാൻ പറയും, അങ്ങനെ പറയണ്ടെന്ന് പറയും പുറത്തേക്ക്. അവരവരെ ഐഡന്റിറ്റിനെ മറച്ചു വെക്കുമായിരുന്നു. അങ്ങനത്തെ ആൾക്കാര് ഒരു വർഷം കൊണ്ട് ആരായി മാറി എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ രൂപം മാറി, പരിപൂർണമായ ദീനിയായ ലിബാസില് വലിയ തലക്കെട്ടൊക്കെ കെട്ടി നിങ്ങളെ കുപ്പായം ധരിച്ച് അവർ നടക്കുന്ന രീതിയിൽ അവർ മാറി. മാഷാ അല്ലാഹ്. അപ്പൊ ഇത് പറഞ്ഞെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പരിശ്രമം നമ്മൾ പോകുന്ന നാടുകളിൽ നമ്മൾ പരിശ്രമിച്ചാൽ, ഇത് ഹുസൈനുള്ള നമ്മുടെ പരിശ്രമം നമ്മൾ ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് വലിയ മാറ്റങ്ങൾക്ക് കാരണം ചെറിയ നമ്മുടെ മെനക്കെടലുകൾ, ചെറിയ നമ്മുടെ മുലാഖാത്തുകൾ, നമ്മുടെ സമയം ചെലവഴിക്കൽ, സമ്പത്ത് ചെലവഴിക്കൽ, ഇത് മനുഷ്യരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. इसलिए मकाम पर रहते हुए मकामी कामों में लगना, ये हमारे अंदर सिफात के पैदा करने के लिए बहुत जरूरी है. അതുകൊണ്ട് സഹോദരന്മാരെ, നാട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആ നാടുകളിൽ ദീനിന്റെ പരിശ്രമം ഉറച്ചു നിന്ന് പരിശ്രമിക്കുന്നത് നമ്മൾ നന്നാവുന്നതിനും നമ്മുടെ സ്വഭാവം നന്നാവുന്നതിനും വലിയ ആവശ്യമാണ്. रोजाना अपने काम करने वाले साथियों को फजर के बाद मशवरे के लिए जोड़ना, यानी उनको फिक्रों पर लाना. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ദീനിന്റെ പരിശ്രമമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ള നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മൾ മശൂറ ചെയ്യണം. സുബഹിക്ക് ശേഷം നമ്മുടെ നാടുകളിൽ ദിവസേന. आदमी जो काम करता है वो फिक्रों से करता है. फिक्र वजूद में आएगी तो फिर काम आगे बढ़ेगा. മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നോ എല്ലാം ഒരു ചിന്തയിലൂടെയാണ് അത് തുടങ്ങുന്നത്, ഫിക്റിലൂടെയാണ് തുടങ്ങുന്നത്. അവന്റെ തലയിൽ ആ ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫിക്ർ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യർ ആ ജോലികൾ ചെയ്തു തുടങ്ങും. एक आदमी की फिक्र उससे बेहतर है 2 आदमियों की फिक्र. 2 से ज्यादा 4 की 10 आदमी हो जाए तो वो 100 आदमियों के बराबर हो जाते हैं. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ ശക്തിയുള്ളതാണ് രണ്ടാൾ കൂടിയിരുന്ന് ചിന്തിക്കുന്നത്. രണ്ടാൾ കൂടിയിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ ശക്തിയുള്ളതാണ് 4 ആൾ കൂടിയിരുന്ന് ചിന്തിക്കുന്നത്. ഒരു 4 ആള് അല്ലെങ്കിൽ 8 ആൾ കൂടിയിരുന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് 100 ആൾക്കാർ കൂടിയിരുന്ന് ചിന്തിക്കുന്നത്. അതിന് 8 ആൾ കൂടി ചിന്തിക്കുന്നതിന് 100 ആൾ ചിന്തിക്കുന്നതിന് അത്ര പവർഫുൾ ആണ്, ശക്തിയുള്ളതാണ്. वहां पर रोजाना वहां पर फिक्रों में यही फिक्र होती है कि हमारी बस्ती का एक घर और एक फर्द भी ऐसा न बचे जिसको हम दीन की अपनी जान और माल को दीन पर की निस्बत पर लगाने की तरगीब न दे दें. നമ്മളെ ഫിക്ർ എന്തായിരിക്കണം? ദിവസേന ചിന്തിക്കേണ്ടത്, നമ്മളെ നാടുകളിൽ ഒരു വീടും ഒഴിവാവാതെ, ഒരു വ്യക്തിയും ഒഴിവാവാണ്ട് എല്ലാ ഓരോ മനുഷ്യരിലും എങ്ങനെ ദീൻ ഉണ്ടായിത്തീരും എന്നാണ് നമ്മളെ പള്ളികളിൽ ദിവസേന നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് മശൂറ ചെയ്യേണ്ട വിഷയത്തിന്റെ ചിന്ത. और तरगीब देने में आदमी के दिल में माल और मुल्क की अहमियत बैठी है. हमको ये कहना होता है कि करने वाली जात तो अल्लाह की है और अल्लाह ने हुजूर के तरीके पर कामयाब करने का वादा किया है. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യരെ അമലുകൾക്ക് പ്രേരിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നാട്ടിലിരിക്കുന്ന മനുഷ്യരെല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ അവർ സമ്പത്തിനോടും വീടിനോടും കച്ചവടത്തിനോടൊക്കെ പ്രിയമുള്ളവരായിരിക്കും. അവരതിൽ നിന്നും ഒരു അല്പസമയം തെരുവിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്ന വിജയത്തിനെ കുറിച്ച് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം, തർഗീബ് ചെയ്യണം. जब भी उसकी तश्कील करेंगे, मस्जिद में आने की, मशवरे में बैठने की या तालीम में बैठने की या 3 दिन के लिए जाने की, वो कहेगा मैं अकेला हूँ, मेरा बहुत काम है और मेरे पास फुर्सत नहीं है. उस वक्त ये कहना होता है कि नहीं भाई, काम तो अल्लाह बनाते हैं. നമ്മളെപ്പോഴും നമ്മുടെ മശൂറകളിൽ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയും, ഞാൻ ഒറ്റക്കാണ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും? ആ സമയങ്ങളിലെല്ലാം നമ്മൾ അവരെന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. അള്ളാഹുവാണ് നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നത്, അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ പോകുന്ന വാഗ്ദാനങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ച് അവരെ നമ്മൾ തയ്യാറാക്കണം. असल यही काम है, यही दावत है, लोगों को ये समझाना कि करने वाली जात अल्लाह की है,
यही असल दावत है। അവരെ നമ്മളുടെ യഥാർത്ഥ ദാവത്ത് തന്നെ എന്താണ്? മനുഷ്യരോട് നമ്മൾ പറയണം, നമ്മളെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അതിനെ നന്നാക്കി തരുന്നത്, അതിനെ നേടിത്തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേളകളിൽ പറയുമ്പോൾ പ്രേരിപ്പിക്കണം. अगर हम लोगों को नहीं समझाएंगे तो लोग हमें चीजों की अहमियत समझा देंगे। നമ്മൾ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ മഹത്വത്തെ കൂടെ കൂടെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനുഷ്യർ തിരിച്ച് ഇങ്ങോട്ട് വസ്തുക്കളുടെ മഹത്വം നമ്മളോട് ഇങ്ങോട്ട് ദാവത്ത് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും. आदमी या तो दाई होता है और या मदऊ होता है। മനുഷ്യൻ ഒന്നുകിൽ ദായി ആയിരിക്കും, അള്ളാഹുവിനെ കുറിച്ച് അങ്ങോട്ട് പറയുന്നവനായിരിക്കും, അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ച് ഇങ്ങോട്ട് കേൾക്കുന്ന മധു ക്ഷണിക്കപ്പെടുന്ന ആളായിട്ട് മാറും. दुनिया में बातिल की दावतें बहुत जोर से चली हुई है। ദുനിയാവിൽ ബാത്തിലിന്റെ ദാവത്ത് വളരെ ശക്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. पहले बाजारों में चलती थी, अब हर एक की जेब में आ गई है, वो जेब में रखा रहता है, वहीं से दावत चलती रहती है। പണ്ട് അതിന്റെ അഡ്വർടൈസ്മെന്റ് ബോർഡുകൾ അങ്ങാടികളിൽ മാത്രമായിരുന്നു അതിന്റെ പളപളപ്പെങ്കിൽ ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെ പോക്കറ്റുകളിൽ ഫോണിന്റെ രൂപത്തിൽ നമ്മുടെ സ്വന്തം ഹൃദയത്തിനോട് ചേർത്ത് അത് നമ്മുടെ കൂടെ ഉണ്ട്. बहुत से लोग कष्ट भी ऑनलाइन करने लगे हैं। ऐसा काम उससे काम नहीं होता। പല ആൾക്കാർ ഇന്ന് ജനങ്ങളെ ഗസ്റ്റ് ചെയ്യുന്നത് പോലും ഓൺലൈനിൽ കൂടെയാണ്. അങ്ങനെ പറ്റൂല. जाती तौर पर मुलाकात करना, इंसान को इंसान से राहत होती है। तो असल है हम लोगों के पास जाएं। അത് മനുഷ്യനുമായി മുഖാമുഖം കാണുന്നത്, തമ്മിൽ കാണുന്നത്, അതാണ് അസൽ ദാവത്ത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദാവത്തിന് വേണ്ടി മനുഷ്യരെ ക്ഷണിക്കാൻ വേണ്ടി നേരിട്ട് ചെന്ന് മുഖാമുഖം നമ്മൾ എന്ത് ചെയ്യണം? ദീന്റെ പരിശ്രമിക്കണം. और हम जाते हैं इस्लाह करने नहीं जाते लोगों की, हम जाते हैं तश्कील करने। നമ്മൾ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി, അവരെ ഇസ്ലാഹ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത് അവരെ തശ്കീൽ ചെയ്യാൻ വേണ്ടി, അവരെ നമ്മളെ പരിശ്രമത്തിന് വേണ്ടി പുറപ്പെടുവിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. जब तश्कील करेंगे तो वो कहेगा कि नहीं मेरे तो बहुत काम है, मेरे पास पैसे नहीं है और मेरे इतने मसाइल हैं, ये कहेगा वो. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലൊക്കെ അവരെ ക്ഷണിക്കുമ്പോൾ പൊതുവിൽ ജനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പല ഒഴിവ് കഴിവുകളും പറയും. എനിക്ക് സമയമില്ല, എനിക്ക് ജോലിയുണ്ട്, എന്റെ അടുത്ത് സമ്പത്തില്ല, ഒഴിവില്ല, സൗകര്യമില്ല എന്ന് അവരുടെ ഒഴിവ് കഴിവുകൾ നമ്മളോട് ഇങ്ങോട്ട് പറയും. फिर ये कहना होता है कि करने वाली जात तो अल्लाह की है. അപ്പൊ നമ്മൾ അവരോട് പറയണം, ഇതെല്ലാം നടത്തി തരേണ്ടവൻ ആരാണ്? അള്ളാഹു മാത്രമാണ് എന്ന് അവരോട് പറയണം. और नबी के तरीके पर काम बनते हैं. നബിയുടെ പരിശ്രമം, നബിയുടെ സുന്നത്തായ രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എളുപ്പമായി തീരും എന്ന് അവരോട് പറയണം. तो ये कलाम अपनी इस्लाह के लिए होता है. ഈ പരിശ്രമം നമ്മുടെ സ്വന്തം ഇസ്ലാഹിന് വേണ്ടിയിട്ടുള്ളതാണ്. उसकी तश्कील करते हैं लेकिन अपने को समझाते हैं. നമ്മൾ അയാളോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, പക്ഷെ നമ്മൾക്ക് അത് ബോധ്യമാവും. നമ്മളോട് തന്നെയാണ് യഥാർത്ഥത്തിൽ അത് പറയുന്നത്. और सारी सिफात जो अखलाकी सिफात है वो सब ईमान के रास्ते ही से आती है. സൽഗുണത്തിന്റെ എല്ലാ കഴിവുകളും എല്ലാ യോഗ്യതകളും അള്ളാഹു നമുക്ക് നൽകുന്നത് ഈമാനിലൂടെയാണ്, ദാവത്തിലൂടെയാണ്. और ईमान की दौलत ये दावत की मेहनत से अंदर में उतरती है. ഈമാന് ശക്തമാകുന്നത്, ഈമാൻ നമ്മളെ ഹൃദയത്തിൽ രൂഢമൂലമാകുന്നത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച് മറ്റുള്ളവരെ പറയുമ്പോൾ, ക്ഷണിക്കുമ്പോൾ, പ്രേരിപ്പിക്കുമ്പോൾ, ദാവത്ത് ചെയ്യുമ്പോഴാണ്. हमारे यहाँ इस मेहनत में 2 काम हैं. നമ്മുടെ പരിശ്രമത്തിൽ 2 പണികളാണുള്ളത്, 2 ജോലികളാണുള്ളത്. एक है गश्त और दूसरा है तालीम. ഒന്ന് ഗസ്റ്റാണ്, 2 താലീമാണ്. यानी मशवरा तो बुनियाद है इसकी, लेकिन जो काम करने होते हैं वो 2 करने होते हैं. एक गश्त में जाना और एक तालीम में बैठना. മശ്വറ എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഗസ്റ്റിന് പോവൽ, ജനങ്ങളുടെ ഇടയിലൊക്കെ ഇറങ്ങിച്ചെല്ലൽ. 2 താലീമിൽ നമ്മളെ തന്നെ ഇരുത്തൽ. जिस वक्त आप उमूमी गश्त में जाते हैं तो उससे पहले आदाब बयान होते हैं, समझे? गश्त के हालांकि सबको मालूम होते हैं, लेकिन फिर भी वो याद दहानी के लिए तो वहाँ बार बार इसको कहलवाया जाता है कि भाई हमें जब वहाँ जाएं, किसी से बात करें तो उससे क्या बात करनी है, ये उसको समझाया जाता है. यानी उसको ये कहना है कि भाई हमारे काम सारे तो अल्लाह ही बनाते हैं और
अल्लाह सुब्हानहू तआला का यकीन हमारे दिल में पैदा होगा तो हमारे सारे काम दुनिया और आखिरत के बन जाएंगे। इसके लिए मस्जिद में बात हो रही है, तुम चलो, यानी तश्कील करते हैं उसकी, तो वहां पर जाकर के ईमान ही की बात कही जाती है। ऐसे ही 3 दिन के लिए जमा तश्कील करने गए, वहां भी ईमानी की बात की जाती है। या चिल्ले के लिए तश्कील करने गए, वहां भी ईमानी की बात की जाती है। സഹോദരന്മാരെ, നമ്മൾ ഉമ്മൂമി ഗസ്റ്റിന് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഉമ്മൂമി ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 നമസ്കാരങ്ങൾക്കിടയിൽ സമയം ഒഴിവാക്കിയെടുത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് പുറത്തുപോയി ജനങ്ങളെ കണ്ട് ക്ഷണിച്ചു കൂട്ടി വരുന്ന നമ്മുടെ അമലിൽ നമ്മൾ പോകുന്ന സമയത്ത് പോകുന്ന നാട്ടുകാരെടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? സാധാരണ ആൾക്കാരോട് പറയും, നമ്മൾ പോയിട്ട് ജനങ്ങളെ കാണുന്ന സമയത്ത് അവരോട് നമ്മൾ പറയണം, നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ കുദ്റത്ത്, അള്ളാഹുവിന്റെ വലിപ്പം, ഇത് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് അനുസരിക്കുന്നതിലുള്ള വിജയം, ആഖിറം, ഈ കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഗസ്റ്റിൽ പോയിട്ട് പറയുന്നത് ജനങ്ങളടുത്ത്. ഇനി അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു വന്ന് 3 ദിവസം പോയി കഴിഞ്ഞാലും ആ ആളെയും നമ്മളെയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ്? നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ये काम इतना आसान है। हर महल्ले में 500 आदमी होते हैं, 1000 होते हैं, इससे ज्यादा नहीं होते। एक मस्जिद के अतराफ में 100, 200, 500, 1000, इससे ज्यादा नहीं होते हैं। उन्हीं से मुलाकात करनी होती है, उन्हीं को तैयार करना होता है मस्जिद में आकर के तालीम के हल्के में मशवरे में बैठने के लिए, 3 दिन की जमात के लिए, चिल्ले के लिए, 4 महीने के लिए, उन्हीं से बात करनी होती है। बहुत छोटा सा मैदान मेहनत है और उसमें हमें मेहनत करनी है। സോമരെ, നമ്മുടെ പരിശ്രമം, നമ്മുടെ മൈതാനം വളരെ ചെറുതാണ്. നമുക്കുള്ള ഉത്തരവാദിത്വം ദീനിന്റെ പരിശ്രമത്തിൽ നാട്ടിൽ എന്താണ്? നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ 500 ആളുണ്ടാവും, ഒരു 600 ആളുണ്ടാവും, 1000, ഏറി വന്ന 2000, അതിൽ കൂടുതലൊന്നും ഒരു നാട്ടിൽ ആളുണ്ടാവില്ല. ആ മനുഷ്യരാണ് നമ്മുടെ മൈതാനം. അവരെടുക്കൽ ഇറങ്ങിച്ചെന്ന് അള്ളാഹുവിനെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച് പറയണം. ഗസ്റ്റിൽ അവരെ ക്ഷണിക്കണം, താലീമിൽ അവരെ ഇരുത്താൻ വേണ്ടി ശ്രമിക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം, അവരുമായി നല്ല ബന്ധം ചേർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ജോലി. हमें तो सिर्फ बालिग मर्दों से मुलाकात करनी होती है, न हमें औरतों से मुलाकात करनी होती है और न हमें बच्चों से मुलाकात करनी होती है। നമ്മൾക്ക് ആകെ കൂടി ചെയ്യേണ്ടത് എന്താണ്? ഒരു നാട്ടിലുള്ള പ്രായപൂർത്തിയായ ആണുങ്ങളെ മാത്രം കാണുന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ത്രീകളെ പോയി കാണേണ്ട ആവശ്യമില്ല, സ്ത്രീകളോട് നേരിട്ട് ദാവത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ അമൃതായ കുട്ടികളെ ചെറിയ കുട്ടികളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രായപൂർത്തിയായ ആൾക്കാരാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് പോകുന്നത്. ये बालिग मर्द अगर सही रुख पर आएंगे तो अपनी औरतों को खुद सही रुख पर डालेंगे। ഈ പ്രായപൂർത്തിയായ ആണുങ്ങൾ ദീനിന്റെ പരിശ്രമം ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഏറ്റെടുത്താൽ അവരെ വീടുകളിലെ പെണ്ണുങ്ങളുടെ വിഷയം ഓട്ടോമാറ്റിക്കായിട്ട് അതിലൂടെ നന്നായി തീരും. अपने बच्चों को सही इदारों में भेजेंगे। അവര് മക്കളെ നല്ല മദ്രസകളിൽ നല്ല രീതിയിൽ ദീനിയായ ശിക്ഷണത്തിൽ വളർത്തിയെടുക്കും. इदारे जो होते हैं, इदारे चाहे मदरसे हों या स्कूल हों, लेकिन वो इदारे भी दीनी माहौल के होने चाहिए। നമ്മൾ മക്കളെ അയക്കുന്ന ഇദാരകൾ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് ദീനീ വിദ്യാഭ്യാസ സ്ഥാപനമാവട്ടെ, സ്കൂളുകളാവട്ടെ, മദ്രസ ആവട്ടെ, സ്കൂളുകളാവട്ടെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 100% ദീനിയായ ഒരു അന്തരീക്ഷം നമ്മളെ മക്കൾക്ക് ശിക്ഷണത്തിന് വളർന്നു വരാന് നല്ല ദീനിയായ ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. एक बहुत बड़ा हादसा सानेहा उम्मत में ये हो गया है कि प्राइमरी लेवल पर, इब्तदाई सतह पर बच्चों की जो तालीम होती है, वहीं पर उनको समझा दिया है कि ये दीन है, ये दुनिया है। बिल्कुल ऐसी चीज नहीं है, बल्कि हर बच्चे को इस्लामी माहौल के अंदर उसको बासलाहियत बनाना है, चाहे वो मदरसे में जाए चाहे स्कूल में जाए। സഹോദരന്മാരെ, ഇന്ന് ഉമ്മത്തിലുണ്ടായ ഒരു വലിയൊരു ഒരു വിഷമകരമായ ഒരു ഘട്ടം എന്താണെന്ന് വെച്ചാൽ, പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ സ്കൂളുകളിൽ അവരെ പ്രൈമറി ലെവലുള്ള വിദ്യാഭ്യാസത്തിൽ നമ്മൾ വിദ്യാർത്ഥികളെ മനസ്സിലാക്കുകയാണ് ഇത് ദീനാണ്, ഇത് ദുനിയാവാണ് എന്ന് 2 കാര്യത്തിനെയും വെവ്വേറെ ആക്കി മനസ്സിലാക്കി കൊടുക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ ആ കുട്ടികൾ വളർന്നു വരുന്ന ഏത് സ്കൂളാണെങ്കിലും ശരി, മദ്രസ ആണെങ്കിലും ശരി,
അതൊരു ദീനിയായ സ്ഥാപനമാക്കി നമ്മൾ മാറ്റണം. ദീന് വേറെ ദുനിയാവ് വേറെ എന്ന് അവർ വേർതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ദുനിയവിയായ മദ്രസകളിൽ സ്കൂളുകളിലും ദീനിയായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. तो एक एक बालिग मर्द को हमें मस्जिद में ला करके अपने मशवरों से जोड़ना है. അങ്ങനെ ഓരോ മുതിർന്ന ആൾക്കാരുടെ ഇടയിൽ പരിശ്രമിച്ച് അവരെ പള്ളികളുമായി നമ്മൾ ചേർത്തണം. और इसी तरह से हर एक को हमें खुद भी रोजाना तालीम के हल्के में बैठना है. ഇതുപോലെ ദിവസേന എല്ലാ മനുഷ്യരെയും താലീമിൽ ഇരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ സ്വയവും താലീമിൽ ദിവസേന നമ്മൾ പങ്കെടുക്കണം. जिस तरह गश्त दो होते हैं, एक अपनी मस्जिद का, एक दूसरी मस्जिद का, अपनी मस्जिद की जमात लेकर, इसी तरह से दो तालीम होती है, एक मस्जिद की तालीम और एक घर की तालीम. ഏതുപോലെ സഹോദരന്മാരെ നമ്മൾ രണ്ട് ഗസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഒന്ന് നാട്ടിൽ പുറത്തിറങ്ങി നമ്മൾ ജനങ്ങളൊക്കെ കണ്ട് ഒരുമിച്ച് കൂട്ടി നടത്തുന്ന ബയാന് ഗസ്റ്റ് ചെയ്യാറുണ്ടോ? ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള പള്ളിയിലെ ആൾക്കാരെയും കൂട്ടി സമീപ പ്രദേശത്ത് പോയി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഗസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ടോ? അങ്ങനെ ഗസ്റ്റ് രണ്ടെണ്ണം ഉള്ളതുപോലെ തന്നെ ദിവസേന നമ്മൾ ചെയ്യേണ്ട താലീമും രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നമ്മൾ പള്ളിയിൽ താലീം നടത്തണം, രണ്ട് നമ്മളെ വീട്ടിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന സ്ത്രീകൾ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി നമ്മൾ താലീം വായിക്കണം. ये जो तालीम है ये अपने अंदर आमाल की अहमियत को पैदा करने के लिए है. ഈ താലീം നമ്മളുടെ ഉള്ളിൽ അമലുകളോടുള്ള താല്പര്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. चीजों की अहमियत दिल के अंदर बैठी हुई है. വസ്തുക്കളുടെ വലിപ്പം നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. काम चीजों से नहीं बनते, आमाल से बनते हैं. നമ്മുടെ കാര്യങ്ങൾ നന്നാവുന്നത് വസ്തുക്കൾ ഉണ്ടാവുന്നതിന്റെ പേരിലല്ല, മറിച്ച് അമലുകൾ നന്നാവുന്നതിന്റെ പേരിലാണ് നമ്മുടെ കാര്യങ്ങൾ നന്നായി തീരുന്നത്. और आमाल से दुनिया के काम भी बन जाते हैं और आखिरत भी बन जाती है. അമലുകൾ നന്നായി കഴിഞ്ഞാൽ ദുനിയാവും നമ്മുടെ നന്നായി തീരും, ദുനിയാവിലെ കാര്യങ്ങളും നന്നായി നടക്കും, ആഖിറവും നന്നായി തീരും. चीजों से ऐसा लगता है कि दुनिया के काम बनते हैं, वो थोड़ी देर के लिए होते हैं, और आखिरत में तो हम सब जानते हैं कि कोई काम नहीं देती ये चीजें. വസ്തുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ദുനിയാവിൽ സൗകര്യങ്ങളുണ്ട്, നമ്മളെ കാര്യങ്ങൾ നടക്കും, നടക്കാതിരിക്കാം, കുറച്ചു നേരത്തേക്ക് നടക്കാം. ആഖിറത്തിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അമലുകളെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. तो इसलिए हमारे यहाँ जो तालीम होती है वो आमाल के फजाइल की होती है. അതുകൊണ്ട് നമ്മളെ പള്ളികളിൽ നമ്മൾ വായിക്കുന്ന താലീം അതെന്താണ്? അമലുകളുടെ മഹത്വങ്ങൾ. ഫദായിലെ അമാൽ എന്ന കിതാബാണ് നമ്മൾ താലീം വായിക്കുന്നത്. वो हजरत मौलाना इलियास साहब रहमतुल्लाह अलैह ने अपने भतीजे से यानी मौलाना जकरिया साहब शेखुल हदीस से ये कहा कि तुम आमाल के फजाइल पर रिसाले लिखो. മൗലാന ഇലിയാസ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഏട്ടന്റെ മകനായ മൗലാന മുഹമ്മദ് സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അമലുകളുടെ മഹത്വങ്ങൾ അതിന്റെ പേരിൽ ഒരു ചെറിയ ഗ്രന്ഥം എഴുതാൻ വേണ്ടി പറഞ്ഞു. ताकि वो लोगों के सामने पढ़ी जा सके. അത് ജനങ്ങളുടെ മുമ്പിൽ വായിച്ചാൽ ജനങ്ങൾക്ക് അമൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞു. वो बहुत बड़े इल्मी आदमी थे. मौलाना जकरिया साहब बहुत बड़े इल्मी आदमी थे. മൗലാന സക്കരിയ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനായിരുന്നു, ഇൽമിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന ആളായിരുന്നു. उन्होंने जो है ऐसी यानी मौता इमाम मालिक के ऊपर उन्होंने जो तहकीकी किताब लिखी है औजजुल मसालिक, वो बहुत बड़ी किताब है, रिसर्च की किताब है वो. അദ്ദേഹം എത്ര വലിയ പണ്ഡിതനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഷറഹിൽ ഔജസുൽ മസാലിക് എന്ന് പറഞ്ഞ വലിയ കിതാബ് എഴുതിയ മഹാനാണ് അദ്ദേഹം. और बड़ी बड़ी किताबें उनकी हैं. അത് വലിയ റിസർച്ച് ഗ്രന്ഥമാണ്. ഇതുപോലത്തെ പല വലിയ വലിയ ഉയർന്ന തരം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. लेकिन मौलाना इलियास साहब के इखलास की बरकत से उन्होंने ये पॉपुलर किताबें लिखी. പക്ഷെ എന്നാൽ മൗലാന ഇലിയാസ് സാഹിബ് റഹ്മത്തുള്ളാഹിന്റെ താല്പര്യവും അദ്ദേഹത്തിന്റെ ഇഖ്ലാസിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ കൊണ്ട് ഇത്ര പ്രസിദ്ധമായ ഒരു കിതാബ് എഴുതാൻ അദ്ദേഹത്തിന് ഭാഗ്യം കൊടുത്തത്. नमाज की फजीलत, जिक्र की फजीलत, रोजे की फजीलत, हज की फजीलत, अपने माँ बाप की खिदमत करने की फजीलत
पड़ोसी के साथ एहसान करने की फजीलत, लोगों की मदद करने की, गरीबों की मदद करने की फजीलत, फजाइल को जमा करवाया. നമസ്കാരത്തിന്റെ മഹത്വം, സിക്റിന്റെ മഹത്വം, ഖുർആനിന്റെ മഹത്വം, ദാവത്തിന്റെ മഹത്വം, മനുഷ്യരോട് നന്മ ചെയ്താലുള്ള മഹത്വം, മാതാപിതാക്കളോട് നല്ല രീതിയിൽ അനുവർത്തിച്ചാലുള്ള മഹത്വം, അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ കിട്ടാൻ പോകുന്ന മഹത്വങ്ങൾ, ഇങ്ങനത്തെ മഹത്വങ്ങളെ മുഴുവനും, മഹത്വങ്ങളെ കുറിച്ച് പറയപ്പെടുന്ന ഇൽമുകളെ അദ്ദേഹം, ഹദീസുകളെ, ഖുർആൻ ആയത്തുകളെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടി ഫദായിലെ അമാലിൽ. इल्म जो होता है, जो दीन का इल्म है, उसमें दो किस्म है. एक मसाइल का इल्म है, एक फजाइल का इल्म है. ദീനിന്റെ ഇൽമ് രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മസായിലിന്റെ ഇൽമ്, അതായത് അതിനെ കർമ്മശാസ്ത്രം. രണ്ട് ഫദായിലിന്റെ ഇൽമ്, അത് ആ അമല് ചെയ്താൽ കിട്ടാൻ പോകുന്ന മഹത്വങ്ങൾ. ഒന്ന് ചെയ്താലുള്ള മഹത്വം, രണ്ട് ചെയ്യേണ്ട രീതി. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾക്ക് അതിനെ ഗണിക്കാം. मसाइल कहते हैं काम के करने के तरीके को. മസായിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു അമല് ചെയ്യേണ്ടത്, അതാണ് മസാലകൾ, മസായിലുകൾ. और फजाइल कहते हैं कि अगर हम उस काम को करेंगे तो हमें अल्लाह क्या इनाम देंगे. ഫദായിൽ എന്ന് പറഞ്ഞാൽ ഒരു അമല് ചെയ്താൽ ആ അമലിന്റെ പേരിൽ അള്ളാഹു നമുക്ക് പകരമായി നൽകാൻ പോകുന്ന സമ്മാനങ്ങൾ എന്താണ് എന്ന് അറിയൽ. मसाइल के अखज़ करने में, इस्तिंबात में, उसको निकालने में उलमाए कराम ने बड़ी मेहनतें की है. कुरान और हदीस के को छान मारा है और बड़े बड़े उलूम उसके लिए, अस्माउर रिजाल जैसे उलूम उन्होंने ईजाद किए ताकि कोई मसला गलत ना हो जाए. സഹോദരന്മാരെ, ഈ മസലകള്, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങള് മനസ്സിലാക്കാൻ വേണ്ടി ഉലമാക്കള് വലിയ പരിശ്രമം, വലിയ വലിയ ഇസ്തിംബാത്തുകൾ, വിശകലനങ്ങൾ നടത്തി വലിയ വലിയ ഗ്രന്ഥങ്ങൾ, അസ്മാഉർ റിജാൽ, ഫതുൽ മുയിൻ പോലത്തെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഉലമാക്കൾ. എങ്ങനെയാണ് ഓരോ അമലുകളും ചെയ്യേണ്ടത്, അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ധാരാളം കിതാബുകൾ നമ്മുടെ മുമ്പിലുണ്ട്. इसीलिए दूसरी सदी के 150 साल तक ही में, दूसरी सदी के खत्म होने से पहले ही सारी शरीयत पूरी दुनिया के सामने खुल करके तहरीर में आ गई थी. സഹോദരന്മാരെ, നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന് ശേഷം 100-150 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ പരിപൂർണമായ ഒരുമിച്ച് കൂട്ടൽ, ശരീഅത്തിലുള്ള മസലകളുടെ പേരിലുള്ള മുഴുവൻ പഠനങ്ങളും ഒരുമിച്ച് കൂട്ടി പുസ്തക രൂപത്തിലാക്കി ശരീഅത്തിനെ ഉലമാക്കൾ മുക്കമ്മലാക്കി കഴിഞ്ഞു. അതിൽ ചെയ്യേണ്ട അമലുകളെ വെവ്വേറെ വെവ്വേറെ വേർതിരിച്ച് അവർ എഴുതി കാണിച്ചു തന്നു. ये जो बड़े बड़े अइम्मा है, इमाम अबू हनीफा, इमाम मालिक, इमाम शाफी, इमाम अहमद बिन हंबल और दूसरे अइम्मा जो हैं, ये सब पहली और दूसरी सदी में अपना काम पूरा कर चुके थे. വലിയ വലിയ ഇമാമിയങ്ങൾ, ഇമാം ഷാഫി, ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരെല്ലാവരും ആദ്യത്തെ 2 നൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ദീനിന്റെ പരിശ്രമത്തിന്റെ, ദീനിന്റെ മസലകളെ പരിപൂർണമായി ശരീഅത്തിന്റെ രൂപത്തിൽ നമുക്കെല്ലാവർക്കും അനുവർത്തിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി കഴിഞ്ഞു. अच्छा, ये मुहद्दिसीन किराम बाद में आए हैं. ये फिक़ह पहले वजूद में आ गया, मुहद्दिसीन बाद में आए हैं. മുഹദ്ദിസീങ്ങൾ പിന്നീടാണ് അവരുടെ ജോലികൾ തുടങ്ങിയത്. ആദ്യം ഫുഖഹാക്കളുടെ ജോലി പൂർത്തിയാക്കി, മുഫക്കീങ്ങൾക്ക് ശേഷമാണ് പിന്നീട് മുഹദ്ദിസീങ്ങൾ, ഹദീസുകൾ ഒരുമിച്ച് കൂട്ടുന്ന വലിയ വലിയ പണ്ഡിതന്മാര് പിന്നീടുള്ള കാലഘട്ടത്തിലാണ് ഉണ്ടായത്. और उसकी वजह ये थी कि लोगों ने गलत हदीसें गढ़नी शुरू कर दी थी, तो इसलिए इन्होंने छान फटक करके सही हदीसों को जमा किया. ആ കാലഘട്ടത്തിൽ ജനങ്ങള് ഹദീസുകളിൽ അവർക്ക് കലർപ്പുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് മുഹദ്ദിസീങ്ങള് അവര് വലിയ സൂക്ഷ്മമായ പഠനത്തിന് ശേഷം, നിരീക്ഷണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വന്ന ഹദീസുകൾ മാത്രം ഒരുമിച്ച് കൂട്ടി കിതാബുകൾ പുസ്തക രൂപത്തിലാക്കി വലിയ പ്രയാസത്തോടുകൂടി, വലിയ കഠിനാധ്വാനത്തോടുകൂടി ആ ഹദീസുകളെ, നബിതങ്ങളുടെ വാക്കുകളെ അവർ ഒരുമിച്ച് കൂട്ടി. लेकिन पूरी शरीयत, नमाज कैसे पढ़नी है, रोजा कैसे रखना है, विरासत को कैसे तकसीम करना है, शादी कैसे करनी है, पूरी जिंदगी
وہاں اس کے جتنے بھی شعبے ہیں وہ سارے کے سارے امت کے سامنے پہلے ہی آ گئے تھے. സമരെ നമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടത്, സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, വറാസത്ത് അനന്തരാവകാശം വീതിക്കേണ്ടത് എങ്ങനെയാണ്, കല്യാണങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ദീനിയായ കാര്യങ്ങളുടെ കർമ്മശാസ്ത്രങ്ങൾ ഇതെല്ലാം മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പരിപൂർണമായ രീതിയിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇൽമിനെ ആദ്യം തന്നെ മാഷാ അല്ലാഹ് ഉലമാക്കളുടെ കഠിനമായ പരിശ്രമം കാരണമായി വിവരിക്കപ്പെട്ടു കഴിഞ്ഞു. تو اب وہ محدثین نے حدیثیں جمع کی، لیکن اس میں بھی کچھ مسائل سے متعلق ہوتی ہیں، کچھ فضائل سے متعلق ہوتی ہیں. ഈ ഹദീസുകളിൽ തന്നെ ഓരോ അമലുകൾ അതിന്റെ മസല വിവരിക്കുന്ന ഹദീസുകളും അതുപോലെ അമലുകൾ ചെയ്താൽ കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങൾ മഹത്വങ്ങൾ വിവരിക്കുന്ന ഹദീസുകളും ഉണ്ടായിരുന്നു. تو نئے مسئلے نکالنے کی کوئی خاص ضرورت ہی نہیں پڑتی. اگر کوئی ضرورت پڑتی ہے تو سارے علماء آج بھی بیٹھ جاتے ہیں اور نئے مسئلوں کو نکال لیتے ہیں. جیسے اب پہلے ہوائی جہاز نہیں تھا، اب یہ ہوائی جہاز میں نماز کیسے پڑھیں، اب وہ انہوں نے بیٹھ کر کے طے کر لیا کیسے پڑھنا ہے. کوئی مشکل کام نہیں ہے، اور بھی نئی نئی چیزیں آتی ہیں، آسان ہے، تو وہ علماء اس کو حل کر لیتے ہیں. کوئی اس میں ٹکراؤ نہیں ہے. സഹോദരന്മാരെ, ഈ ഉലമാക്കളുടെ പരിശ്രമം കാരണമായി ദീനിനെ മുഴുവനായിട്ട് ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചതിന്റെ പേരിൽ ഉണ്ടായ ഗുണമെന്താണ്? അഥവാ ഏതെങ്കിലും ഒരു പുതിയൊരു കാര്യം നിലവിൽ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് വിമാനം പണ്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് വിമാനം വന്നു, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നുള്ളൊരു ആവശ്യം വന്നെങ്കിൽ ഈ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് ഖിയാസ് ചെയ്തുകൊണ്ട് ഉലമാക്കൾക്ക് തീരുമാനം പറയാൻ സാധിക്കും. അതൊരു പ്രയാസമുള്ള കാര്യമേ അല്ല, അത് വലിയ എളുപ്പമായി ഈ എന്തിന്റെ പേരിൽ നേരത്തെ തന്നെ നബിതങ്ങളിൽ നിന്നുള്ള ദീനിന്റെ ഇൽമുകളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതിന്റെ പേരിൽ. لیکن فضائل کے اندر تو اتنا بتایا گیا ہے کہ بہت ملے گا، یعنی آدمی تصور نہیں کر سکتا. ایک ایک عمل پر ایک مرتبہ سبحان اللہ کہے پہاڑ کے برابر ثواب ملتا ہے. ایسے ایسے اجر ہیں. تو اس میں جو 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 حدیث جمع کی گئی ہے وہاں پر بھی بعض مرتبہ یہ چیز سامنے آتی ہے کہ یہ حدیث اس درجے کی ہے کیونکہ محدثین نے اس کے درجے بنائے ہیں. تو اردو میں ایک کہتے ہیں ضعیف حدیث، تو وہ ضعیف جو ہے اردو والے ضعیف کہتے ہیں کمزور کو. تو اردو والے سمجھتے ہیں کہ اچھا یہ تو حدیث کمزور ہے. ارے بھائی حدیث کمزور نہیں ہے، وہ راوی کا ضعف ہوتا ہے. وہ اللہ کے رسول صلی اللہ علیہ وسلم کا کلام ہے. اس کو سمجھنا کہ حضور صلی اللہ علیہ وسلم کا کلام میں ضعف ہے، یہ بہت بڑی خطا ہے. اس کو علماء نے کیا کہتے ہیں فضائل کے اندر اس کو جائز قرار دیا ہے کہ اس کو پڑھا جائے گا اور اس سے استفادہ کیا جائے گا. ایک صاحب نے کہا کہ ارے بھائی ضعیف حدیثوں کو، ارے بھائی ساری حدیث کی کتابیں ضعیف حدیثوں سے بھری پڑی ہیں. تو ایک صاحب نے کہا کہ بھائی اس میں فضائل میں بھی کچھ ضعیف حدیثیں آ گئی ہیں. انہوں نے کہا کہ ساری حدیث کی کتابوں کو جلا دو. ایک بڑے عالم تھے، تو ہم فضائل کی کتابیں بھی جلا دیں گے. یہ بات کہنا صحیح نہیں ہے عوام کے لیے، وہ جانتے نہیں ہیں ان چیزوں کو. بلکہ یہ تو مولانا الیاس صاحب نے ایک بہت بڑے محدث سے لکھوائی ہے، اور انہی کتابوں سے ساری دنیا صحیح رخ پر آئی ہے. جو فضائل صدقات میں حکایات صحابہ میں جو چیزیں دی گئی ہے، وہ ساری دنیا جو صحیح رخ پر آئی ہے وہ انہی فضائل کی کتابوں سے آئی ہے. اور پھر اس قسم کی باتیں کرتے ہیں بالکل بے سر پیر کی، جس کے بارے میں کچھ پتہ ہی نہیں ہے ان کو. تو بزرگوں دوستو، جس کے بارے میں معلوم نہ ہو اس کے بارے میں کوئی زبان نہیں کھولنی چاہیے. یہ مولانا الیاس صاحب جن کو اوپر یہ کام کھولا، انہی سے حضرت مولانا زکریا صاحب جو بہت بڑے محدث ہیں ان سے لکھوائی ہے.
और सारी दुनिया की इस्लाह इन्हीं किताबों के जरिए से हुई है. സഹോദരന്മാരെ, ദാവത്തിന്റെ ദീനിന്റെ പരിശ്രമത്തിൽ നമ്മൾ വായിക്കുന്ന കിതാബുകൾ അമലുകളുടെ മഹത്വങ്ങൾ എന്ന കിതാബ്, അതായത് നമ്മുടെ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിന്റെ ഫദായിലുകൾ വിവരിക്കുന്ന കൂട്ടത്തില് ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും നമ്മളൊരു അമൽ ചെയ്താൽ കിട്ടാൻ പോകുന്ന നന്മകൾ അത് ഇത്രയാണെന്ന് പറയുമ്പോൾ ആ ഹദീസുകൾ സാധാരണ രീതിയിൽ നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. പക്ഷെ നമുക്ക് കാണാം അള്ളാഹു തന്നെ എത്രയോ വർദ്ധിപ്പിച്ചു തരാമെന്ന് ഖുർആനിലൂടെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ചിലപ്പോൾ അതിന്റെ എണ്ണം പറയുമ്പോൾ നമ്മൾക്ക് തെറ്റുവരും. ഹദീസുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഉലമാക്കൾ ഹദീസുകളുടെ ഗ്രേഡിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ സാധാരണ രീതിയിൽ നമുക്ക് കാണാം ലൊയീഫായ ഹദീസ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. ഇപ്പൊ സാധാരണ നമ്മൾ ഉറുദു അറിയുന്ന ആൾ, പ്രത്യേകിച്ച് മലയാളികളല്ല, ഉറുദുകാർക്ക് ലൊയീഫ് എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന സാധാരണ വാക്കാണ്. ലൊയീഫ് എന്ന് പറഞ്ഞാൽ വീക്ക് എന്നാണ് അർത്ഥം. അപ്പം വിവരമില്ലാത്ത സാധാരണ മനുഷ്യർ ചിലപ്പം ലൊയീഫായ ഹദീസ് എന്ന് പറയുമ്പം അവർ വിചാരിക്കും ഈ ഹദീസ് ദുർബലമാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഹദീസ് ദുർബലമല്ല. ഹദീസിലുള്ള റാവി അതിന്റെ ഒരാളിൽ നിന്നും പറഞ്ഞു, ഒരാൾ ആ ചങ്ങലയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിൽ എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടെങ്കിൽ സാധാരണ ആ ഹദീസിനെ ചിലപ്പോൾ ലൂഫ് എന്ന് പറയാറുണ്ട്, ലൈഫ് എന്ന് പറയാറുണ്ട്. അത് നബിതങ്ങൾ പറഞ്ഞ ഹദീസ് ലൈഫാണെന്നല്ല അതിന്റെ അർത്ഥം. മാത്രമല്ല ഫലായിലിന്റെ വിഷയത്തിൽ ഒരു അമല് ചെയ്താൽ എന്ത് നന്മയാണ് കിട്ടാൻ പോകുന്നു എന്നുള്ള വിഷയത്തിൽ ലൈഫായ ഹദീസ് എടുക്കാമെന്ന് ഉലമാക്കളുടെ ഇടയിൽ എല്ലാവരും സമ്മതിക്കുന്ന നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസുകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിന്റെ വർധനവിൽ ചിലപ്പം നമ്മുടെ സാധാരണ ചിന്തകളെ കൊണ്ട് കേൾക്കുമ്പോൾ നമുക്ക് സംശയം വരാമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം ഹദീസുകളും ഖുർആനിൽ ധാരാളം തെളിവുകളും ഉണ്ട്. അമലുകളുടെ വിഷയത്തിൽ നമ്മൾക്ക് അങ്ങനത്തെ ഹദീസുകൾ എടുക്കാം. അതുകൊണ്ട് തന്നെ മൗലാന ഇല്യാസ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനായ മൗലാന ജക്കരിയ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ എഴുതിയ ഹദീസുകൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് മനസ്സിലാവുന്നു വെച്ചാൽ അമലുകൾ ചെയ്താലുള്ള മഹത്വങ്ങൾ മനസ്സിലാവും. മഹത്വങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ആൾക്കാർ അമൽ ചെയ്യുന്നതിന് കാരണമായി തീരും. അതിന് പ്രേരണ നൽകുന്ന രീതിയിലാണ് ആ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. तो भाई दोस्तों बुजुर्गों, असल काम मकाम का हमको मेहनत करनी है और हर साथी को ये मेहनत करनी है कि 3 दिन की जमातें भी अपने महल्ले से निकाले, चिल्ले की जमात भी अपनी मस्जिद से निकाले और 4 महीने की जमात भी पूरी दुनिया के लिए अपनी मस्जिद से निकाले. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ നാടുകളിൽ ഈ രീതിയിൽ മഷൂറ ചെയ്യുക, താലീം ചെയ്യുക, ഗസ്റ്റുകൾ ചെയ്യുക, ജനങ്ങളുടെ പിന്നാലെ നടന്ന് എല്ലാ മാസം പരിശ്രമിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് 3 ദിവസം ജമാഅത്ത് പുതിയ കൂട്ടുകാരെ കൂട്ടി പുറപ്പെടുക. മാത്രമല്ല 40 ദിവസം 10 പ്രാവശ്യം 3 ദിവസം നമ്മളെ കൂട്ടത്തിൽ പോയതിനു ശേഷം 40 ദിവസം നമ്മുടെ നാടുകളിൽ നിന്നും ജില്ലാ ജമാഅത്ത്, 40 ദിവസത്തേക്കുള്ള ജമാഅത്തുകൾ, 4 മാസത്തേക്കുള്ള ജമാഅത്തുകൾ, പുറത്തേക്കുള്ള വിദേശത്തേക്കുള്ള ജമാഅത്തുകൾ. ഇത് നമ്മൾക്ക് കിട്ടിയ മൈതാനമായ 300 വീടുകൾ 400 വീടുകൾ എത്രയാണോ നമ്മുടെ പള്ളിക്ക് ചുറ്റുള്ള എത്രാഫിലുള്ള പള്ളിന്റെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ വീടുകളിൽ നിന്നും പരിശ്രമിച്ച് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കണം. और कोई मुश्किल काम नहीं है. आदमी इरादा करता है तो अल्लाह सुब्हानहू व तआला उसके लिए आसान फरमा देते हैं. मुश्किल नहीं है. अपनी मस्जिद से 8-10 आदमियों की जमात बनाना और उसको पूरी दुनिया के किनारों तक लेकर के जाने का इरादा, ये कोई मुश्किल काम नहीं है. സഹോദരന്മാരെ, ഇത് നമ്മൾ വിചാരിക്കും ഒരു വലിയ പണിയാണ്. അല്ല, ഇത് വളരെ എളുപ്പമാണ്. ഇത് നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ ആൾക്കാര് നമ്മളഥവാ തീരുമാനമെടുക്കുകയും നമ്മളെ നാടുകളിൽ നമ്മൾ പരിശ്രമം നടത്തുകയും ചെയ്താൽ നമ്മുടെ ഈ പരിശ്രമത്തിന്റെ ശ്രമഫലമായി അതിന്റെ അനന്തരഫലം എന്നോണം ലോകം മുഴുവനും ദീൻ ഉണ്ടാവുന്നതിനും ദീനിന്റെ പരിശ്രമം വളരുന്നതിനും പടർന്ന് പന്തലിക്കുന്നതിനും കാരണമായി തീരും. जब एक महल्ले की जमात मिल करके किसी दूसरे सूबे में जाएगी और सब आपस में प्यार मोहब्बत के साथ एक साथ गश्त करते हैं, एक साथ तालीम करते हैं, एक साथ खाना खाते हैं, तो सब मुतासिर होते हैं. ऐसे ही दूसरे मुल्क में जाती है, वो सब एक साथ नमाज पढ़ रहे हैं और सब 8-10 मिल करके एक साथ ही खाना भी खाते हैं, एक साथ मस्जिद में क्या कहते हैं क़याम करते हैं. तो जो लोग हैं वो इसी चीज से मुतासिर होते हैं. ये चीज दुनिया में उनका हो गई है, इतनी अनका हो गई है कि एक फैमिली भी एक साथ नहीं रहती है दुनिया में.
यानी तुम लोग मस्जिद के जमात की बात कर रहे हो, एक फैमिली में कौन होता है? एक मियाँ होता है, एक बीवी होती है, दो चुबंद बच्चे होते हैं। दुनिया ने फैमिली को तोड़ दिया है, यानी उसको आदमी को राहत मिलने की कोई जगह ही नहीं बची है। तो जब देखते हैं कि ये ऐसी जमात है कि मुख्तलिफ किस्म के लोग हैं और सब एक साथ खा रहे हैं, एक साथ नमाज पढ़ रहे हैं, तो यही आज लोगों की जिंदगी बदल देती है। സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന്റെ പേരില് ഈ പരിശ്രമത്തില് വെച്ച തർത്തീബിൽ എത്രമാത്രം പരസ്പര സ്നേഹവും ബഹുമാനം നൽകിയെന്ന് വെച്ചാൽ നമുക്ക് കാണാം. സാധാരണ നമ്മുടെ നാട്ടിൽ പരിശ്രമിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊരു ജമാഅത്ത് ഉണ്ടാക്കി നമ്മൾ വേറൊരു രാജ്യത്ത് പോയി പരിശ്രമിക്കുകയാണ്, വേറൊരു സ്റ്റേറ്റിൽ പോയി പരിശ്രമിക്കുകയാണ്. ആ നാട്ടുകാരുമായി നമ്മൾ വലിയ അണക്കമാവും, ആ പ്രദേശക്കാരുമായിട്ട് നമ്മൾ വലിയ അണക്കമാവും. ജമാഅത്തുകൾ തമ്മിൽ വലിയ സ്നേഹം ഉണ്ടാവും, ഒന്നിച്ചൊരു പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കും, പിരിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഹൃദയങ്ങൾ അടുപ്പത്തിലായിത്തീരും. ഒരു ജമാഅത്ത് ഒരു നാട്ടിൽ നിന്നും നമ്മളെ മഹലിൽ നിന്നും നമ്മൾ പുറപ്പെട്ടു പോയി അന്യരാജ്യത്തേക്ക് നമ്മൾ പോയി അവിടെ ദീനിന്റെ പരിശ്രമം ചെയ്തു. നമ്മൾക്ക് കാണാൻ സാധിക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, പരസ്പര സ്നേഹം ഉണ്ടാവും, ബന്ധം ഉണ്ടാവും. ഒരു കുടുംബത്തിൽ സാധാരണ ഉണ്ടാവുന്ന ബന്ധം, ഒരു ഉദാഹരണത്തിന് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടി ഉണ്ടാവുള്ളൂ. ആ 4 പേർക്ക് ഇണങ്ങി ചേരാൻ പറ്റൂല സാധാരണ രീതിയിൽ. ഭയങ്കര പ്രശ്നങ്ങൾ, തമ്മില് പൊട്ടല്, ചീറ്റല്. വീട്ടിൽ വന്നാൽ സമാധാനത്തിന്റെ ഗേഹമായ സമാധാനം കിട്ടേണ്ട വീട്ടിൽ സമാധാനം ഇല്ലാണ്ടാവുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന്റെ പേരിൽ ഈ പോകുന്ന ജമാഅത്തുകൾ തമ്മിലുള്ള സ്നേഹം, പോകുന്ന നാടുകളിലെ ജനങ്ങൾക്ക് ജമാഅത്തുമായിട്ടുള്ള ഇണക്കം, ഇതൊരു വലിയ അത്ഭുത കാഴ്ചയാണ്. ഇത് കണ്ടിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്ത് മുഴുവനും ഈ പ്രവർത്തനം പ്രസിദ്ധമായതും ജനങ്ങൾ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറായതും. കാരണം ഈ പ്രവർത്തനത്തില്, ഇതിന്റെ ഉസൂലുകളിൽ, ഇതിന്റെ യാത്രകളിൽ, ഇതിന്റെ ഒന്നിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കലില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക ഒരു ബർക്കത്ത് വെച്ചിരിക്കുകയാണ്, തമ്മിലൊരു ഇണക്കം വെച്ചിരിക്കുകയാണ്, സ്നേഹം വെച്ചിരിക്കുകയാണ്. अब टाइम नहीं है, इसलिए आप सब हजरात इरादा करें कि अपनी अपनी मस्जिद से 3 दिन की भी, चिल्ले की भी और 4 महीने की जमात ले करके सारी दुनिया में जाना है. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിയത്ത് വെക്കണം, ഇൻഷാ അല്ലാഹ് ഈ വരവ് കാരണമായി, ഈ ഇസ്തിമയിലുള്ള വരവ് കാരണമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിച്ച് 3 ദിവസം, 40 ദിവസം, 4 മാസത്തെ ജമാഅത്തുകള് നമ്മളെ നാടുകളിൽ പരിശ്രമിച്ച് ജമാഅത്തുകൾ ഉണ്ടാക്കി മരണം വരെ പരിശ്രമിക്കുന്ന ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് നിയത്ത് വെക്കും. अपनी अपनी मस्जिद से कौन कौन जमात निकालेगा? നമ്മുടെ സ്വന്തം പള്ളികളിൽ നിന്ന് ആരെല്ലാം പരിശ്രമിച്ച് ജമാഅത്തുകൾ ഉണ്ടാക്കും, ഒന്ന് കൈപൊക്കി ഇൻഷാ അല്ലാഹ്, ഒന്ന് കൈപൊക്കിക്കോളെ. 4 महीने की जमात है. 4 മാസത്തേക്ക് ജമാഅത്തുകൾ ആരൊക്കെ ഉണ്ടാക്കും? കൈപൊക്കി ഇൻഷാ അല്ലാഹ്. अपनी अपनी मस्जिद से, നമ്മളെ പള്ളികളിൽ നിന്നും, നമ്മളെ പള്ളിയുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് ജമാഅത്തുകൾ ഉണ്ടാക്കണം. और खुद भी उसमें जाना है. നമ്മൾ സ്വയവും അതിൽ പോകാൻ വേണ്ടി ശ്രമിക്കണം. करेंगे भाई साहब इंशाअल्लाह? എല്ലാവരും ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. माशाअल्लाह, बहुत अच्छा है, क्योंकि टाइम ज्यादा हो गया. नहीं कम नहीं, अभी 1:10 का नमाज है, 40 मिनट वो यानी तैयारी नहीं करेंगे, देख लो यहाँ 10 मिनट और बात करते हैं. अच्छा, यानी ये कहना चाह रहा था कि अपनी अपनी मस्जिदों से अगर हम अपनी जमातें निकालें, समझे, तो दुनिया का माहौल खुद ब खुद सही रुख पर आ जाएगा. यानी दुनिया बहुत गलत रुख पर जा रही है. अगर हम जमातों को लेकर के निकलेंगे तो सारी दुनिया सही रुख पर खुद आएगी. സമരെ ഈ ദുനിയാവിന്റെ ഇന്നത്തെ പോക്ക് നമുക്ക് കാണാം. മനുഷ്യര് എല്ലാവരും ഒരു വേറെ ദിശയിലാണ് യാത്ര ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തടുക്കാനുള്ള ഏക മാർഗമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജമാഅത്തുകൾ ഉണ്ടാക്കി ഓരോ നാടുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്തു പോകൽ. मौलाना इलियास साहब रहमतुल्लाह अलैह ने ये फरमाया कि तुम्हें ये मालूम हुआ, अगर तुम्हें ये मालूम हो कि अमेरिका में एक बुराई शुरू हो गई, एक बुरा काम शुरू हो गया, तो उसको मिटाने के लिए अपनी महल्ले के मस्जिद में पहुंचो और वहां से किसी को साथ ले करके और गश्त करना शुरू कर दो. उस बुराई को मिटाने के लिए अपने महल्ले में गश्त शुरू कर दो. तो यहाँ पर तुम गश्त करोगे और वो चोट वहां पर लगेगी, वहां पर अल्लाह सुब्हानहु व तआला उसकी इस्लाह कर देंगे.
സമാന മൗലാന ഇല്യാസ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയായിരുന്നു, നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾക്കൊരു വിവരം കിട്ടി, അമേരിക്കയിൽ ഒരു മോശമായ കാര്യം നടന്നു പുതുതായിട്ട്. നമുക്ക് സാധാരണ രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ പോകാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊരു കൂട്ടുകാരനെയും കൂട്ടി നിങ്ങൾ ഉമൂമി ഗസ്റ്റ് ഇറങ്ങുക, പുറത്തിറങ്ങുക, അള്ളാഹിനെ കുറിച്ച് ആഖിറത്തിനെ കുറിച്ച് ഉമൂമി ഗസ്റ്റ് ചെയ്യുന്നത്. എവിടെ ചെയ്യുന്നത്? നമ്മളെ നാട്ടില്. നമ്മൾ എന്തിനാ ചെയ്യുന്നത്? അമേരിക്കയിൽ ഒരു മോശമായ കാര്യം നടക്കുന്നതിന്റെ ഒരു ഹൃദയത്തിലൊരു വേദന വന്നു. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അമേരിക്ക പോകാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ നാട്ടില് ഒരു ഉമൂമി ഗസ്റ്റ് നിങ്ങൾ ചെയ്തെങ്കിൽ, ഗസ്റ്റ് നിങ്ങൾ ഇവിടെയാണ് ചെയ്യുന്നത്, അതിന്റെ താസുർ അല്ലാഹു സുബ്ഹാനഹു വ തആല അമേരിക്കയിൽ ഉണ്ടാക്കും. നിങ്ങളുടെ ഇവിടുത്തെ ഗസ്റ്റ് കാരണമായി അവിടെ ആ സിനിമ ഇല്ലാതാകുന്നതിന് കാരണമായി തീരും. इंसान को इंसान से मोहब्बत होनी चाहिए, മനുഷ്യർക്ക് മനുഷ്യരോട് സ്നേഹം ഉണ്ടാവണം. लेकिन आदमी आदमी से मोहब्बत नहीं कर रहा आजकल, चीजों से, कुत्तों से, बिल्लियों से और न मालूम किस किस चीजों से मोहब्बत करता है. മനുഷ്യർക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിന് പകരം ഇന്ന് വസ്തുക്കളോട്, പട്ടി, പൂച്ച, അങ്ങനത്തെ വളർത്തുമൃഗങ്ങളോട്, എന്തെല്ലൊക്കെ സാധനങ്ങളോടാണ് ഇന്ന് മനുഷ്യന് സ്നേഹം. सबसे ज्यादा जो ताल्लुक होता है वो तो माँ बाप का अपनी औलाद से होता है, मोहब्बत होती है. शौहर की बीवी से, बीवी की शौहर से मोहब्बत होती है. सबसे ज्यादा ताल्लुक ये होता है. ഏറ്റവും വലിയ ബന്ധങ്ങൾ എന്താണ് ദുനിയാവിൽ ഉണ്ടാവേണ്ടത്? മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം. ഇതാണ് ദുനിയാവിലെ ഏറ്റവും മികച്ച ഉണ്ടാകേണ്ട ബന്ധങ്ങൾ. लेकिन दुनिया इस चीज से महरूम हो रही है. എന്നാൽ ഇന്ന് ദുനിയാവിലെ ഈ സ്നേഹങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. मैं हॉस्टल में रहता था पेरिस में, तो एक वो साफ करने वाली जो पोंछा लगाती है हॉस्टल में, वो औरत पोंछा लगा रही थी. मैं बैठा हुआ अपना कुछ काम कर रहा था, तो उसने कहा कि ये 1974 की बात है. तो मैं कुछ वक्त के लिए गया था फ्रांस. तो उसने कहा कि तुम्हारी शादी हो गई? मैंने कहा हो गई. अच्छा, तो वो कहा, और कहने लगी मेरी भी शादी हो गई है. बहुत फख्र से कहा मेरी भी शादी हो गई. मैंने कहा अच्छा, बहुत अच्छी बात है, शादी हो गई है तो अच्छी बात है. तो मैंने कहा तुम्हारा शौहर कहाँ रहता है? कि वो तो 20 साल पहले भाग गया था, पता नहीं कहाँ चला गया. मैंने कहा तुम्हारे बच्चे कितने हैं? कि 4 हैं, और 3 लड़कियां हैं, 1 लड़का है. तो लड़का जो है वो तो 12 साल का हुआ था जब ही चला गया था, पता नहीं कहाँ चला गया. 1 लड़की इटली में है, और 1 लड़की जो है उसने बताया अमेरिका में है, और 1 ऑस्ट्रेलिया में है. अच्छा, मैंने कहा कि तो वो क्या करते हैं कि वो जब वो होता है ना क्रिसमस, तो मुझे वो करते हैं, क्या कहते हैं, हाँ वो क्या कहते हैं, कार्ड भेजते हैं और मुझे जो है सलाम करते हैं. मैंने कहा कब से मुलाकात नहीं हुई? कहेंगे वो तो बहुत दिन हो गए. बस यही बहुत बड़ी चीज है कि वो मुझे क्रिसमस पे याद कर लेते हैं. ये हाल है. मैंने एक छोटा सा सुनाया है, 100% ये हाल बना हुआ है. ഞാൻ 1974 ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വീണ്ടും ഫ്രാൻസിൽ പോയ സമയത്ത് എന്റെ ഒരു സംഭവം പറയാണ്. ഞാൻ എന്റെ ഹോസ്റ്റൽ റൂമിൽ ഇരുന്നിട്ട് എന്തോ എഴുതായിരുന്നു. ഇപ്പൊ സാധാരണ റൂം വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന ജാനിറ്റർ, ജോലിക്കാരി, തുടച്ചു വാരാൻ വേണ്ടി വരുന്ന സ്വീപ്പർ, ആ വയസ്സായ സ്ത്രീ, അവര് വന്നിട്ട് റൂം തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവരെന്നോട് ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിച്ച ആളാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു ഞാനും കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു ഭർത്താവ് എവിടെയാണ്? ഭർത്താവ് 20 വർഷം മുമ്പ് ഓടിപ്പോയി എന്ന് പറഞ്ഞു. പോയി, എന്നെ വിട്ടിട്ട് പോയി. അപ്പൊ കുട്ടികളുണ്ടോന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു ആൺകുട്ടി എവിടെയാ ഉള്ളത്? അവന് 12 വയസ്സായപ്പോ അവനോട് പോയി കളഞ്ഞു. അവനെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. അവനെ ഞാനിത് പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. പിന്നെ പെൺകുട്ടികൾ എവിടെയാണുള്ളത്? പറഞ്ഞു ഒരു പെൺകുട്ടി ഇറ്റലിയിലുണ്ട്, 1 പെൺകുട്ടി അമേരിക്കയിലുണ്ട്, 1 പെൺകുട്ടി ഓസ്ട്രേലിയയിലുണ്ട്. കുറെ കാലമായി അവരൊക്കെ പോയിട്ട്. പക്ഷെ എല്ലാ വർഷവും ക്രിസ്മസിന്
അവരെനിക്ക് കാർഡ് അയക്കും, ക്രിസ്മസിന് വിഷ് ചെയ്യും. അപ്പൊ അത് എത്രയോ കാലമായിട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞു, എന്നാലും വലിയ കാര്യമില്ലേ, ക്രിസ്മസിന് അവരെന്നെ ഓർക്കുന്നുണ്ടല്ലോ, എനിക്ക് കാർഡ് അയക്കുന്നുണ്ടല്ലോ. അപ്പൊ ആലോചിച്ച് നോക്കി, ഇങ്ങനെയാണ് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ലോകം മൊത്തം അധിക സ്ഥലങ്ങളിലും ഇങ്ങനെയാണ്. ഇത് ഞാനൊരു ചെറിയൊരു സംഭവം പറയാണ്. മനുഷ്യർ തമ്മിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ബന്ധത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. हमारे यहाँ ये हाल है कि बच्चा जो है 20 साल का भी हो जाता है और वो कहता है अम्मी मैं वहां जा रहा हूँ काम करने के लिए। अरे अरे बेटा यहीं रह नहीं जाने देती। और वहाँ ये हाल है, समझे। तो हमें जो है हमें इंसानियत पर रहम खाना चाहिए. നമ്മളെ നാടുകളിൽ ഒരു കുട്ടി പുറം നാടിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പോയാൽ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പോയാൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കും, വേണ്ട നീ ഇവിടെ തന്നെ ജീവിച്ചാൽ മതി, എന്റെ കൺമുന്നിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ശാഠ്യം പിടിക്കും. അവിടുത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, മുഴുവൻ മാനവരാശിയെക്കുറിച്ചും നമ്മൾക്ക് അലിവ് തോന്നണം, കരുണ തോന്നണം, അവരുടെ ജീവിതം മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. वो लोग दुनिया के लिए छोड़ते हैं फैमिलीज को, हम दीन के लिए कुछ वक्त के लिए फैमिलीज को छोड़ें. നമ്മള് അവര് ചെയ്യുന്നത്, അവര് ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിനെ എന്നേക്കും ഉപേക്ഷിക്കാൻ അവർ തയ്യാറാവുകയാണ്. നമ്മളോട് അത് പറയുന്നില്ല. നമ്മൾ കുറച്ചു സമയത്തേക്ക് നമ്മളെ ഭാര്യ മക്കളെ കുറച്ചു സമയത്തേക്ക് മാറ്റി നിർത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. जब आप 4 महीने से वापस आएंगे आपके घर वाले आपसे और ज्यादा मोहब्बत करेंगे. നിങ്ങൾ 4 മാസം നിങ്ങളുടെ ഭാര്യയിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് 4 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. और दुनिया के अंदर जहाँ जहाँ आप जाएंगे वहाँ भी इंसान से जो वहशत है वो खत्म होगी. നിങ്ങൾ ഏതെല്ലാം രാജ്യത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നോ, നിങ്ങളുടെ ശ്രമഫലമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മനുഷ്യരുമായിട്ടുള്ള ബന്ധം അത് നന്നായി തീരുന്നതും മനുഷ്യനുമായിട്ടുള്ള ശത്രുത ഇല്ലാണ്ടായി തീരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. वरना दुनिया चीजों में तरक्की करती चली जाएगी, इंसान नीचे गिरता चला जाएगा. അല്ലെങ്കിൽ വസ്തുക്കളുടെ വിഷയത്തിൽ നമ്മൾ വലിയ വലിയ പുരോഗതികൾ പ്രാപിക്കും, മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. इंसान की तरक्की ये है कि वो एक तरफ अल्लाह से मोहब्बत करे और एक तरफ अल्लाह के लिए इंसानों से मोहब्बत करे. മനുഷ്യന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ തന്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. മനുഷ്യൻ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തന്റെ സമസൃഷ്ടികളോട്, തന്റെ കുടുംബത്തിനോട്, തന്നോട് ചേർന്ന് നിൽക്കുന്നവരോടുമായിട്ടുള്ള ബന്ധവും അവൻ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. इंसान उन्स से बना है. इंसान उन्स कहते हैं मोहब्बत को. ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കപ്പെട്ടത് ഉൻസ് കൊണ്ടാണ്. ഉൻസ് എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള അലിവ്, മൊഹബത്തിന്റെ പേരാണ് ഉൻസ്. दिल आदमी के सीने में एक ही दिल होता है, या तो वो चीजों से मोहब्बत करेगा और या फिर अल्लाह और उसके रसूल से और उसके लिए इंसानों से मोहब्बत करेगा. മനുഷ്യന്റെ ശരീരത്തിൽ ആകെ കൂടി ഒരു ഹൃദയമുള്ളൂ. ഒന്നെങ്കിൽ ആ ഹൃദയത്തിൽ നിറയെ വസ്തുക്കളോടുള്ള സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അതിന്റെ പേരിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹു തനിക്ക് നൽകിയ സൃഷ്ടികളോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു നിറക്കുകയും ചെയ്യും. अल्लाह सुब्हानहू व तआला ने जो मुकाबला किया है मोहब्बत का, तो ये 3 चीजें मादी गिनाई है, और घर के लोग और कारोबार.